നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഒരു സിനിമയിൽ തുടക്കകാലത്ത് ഞാൻ ആരെയെല്ലാം പരിചയപ്പെട്ടോ അവരുമായിട്ടെല്ലാം നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ. 40 വർഷം മുമ്പുള്ള ആദ്യമായി കണ്ടത്, നീ എന്നെ എവിടെ വെച്ചാൽ ആദ്യമായിട്ട് കണ്ടതെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ കുറച്ച് സൗഹൃദം എനിക്കുള്ളൂ, പക്ഷേ അത് വളരെ ദൃഢമാണ്. അങ്ങനെയുള്ള ദൃഢമായ ഹൃദയബന്ധമുള്ള ഒരാളെ പെട്ടെന്ന് പറയൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ഇപ്പം ജീവിച്ചിരിക്കുന്നവരിൽ കല്ലു ഡെന്നീസുമായിട്ടാണ് നല്ല ബന്ധം. ഡെന്നിച്ചായൻ, എൻ്റെ പ്രിയപ്പെട്ട ഡെന്നിച്ചായൻ. ഡെന്നിച്ചായനുമായിട്ട് ഞാൻ ഇണങ്ങിയിട്ടുമുണ്ട്, പിണങ്ങിയിട്ടുമുണ്ട്. എന്നാലും ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും ഞങ്ങൾ. ഒരിക്കലും അദ്ദേഹം എന്നോട് പറഞ്ഞതൊന്നും ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതൊന്നും അദ്ദേഹം മൂന്നാമതൊരാളിനോടും പറഞ്ഞിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുക. അദ്ദേഹത്തിൻ്റെ ആകെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കുഴപ്പം, നമ്മൾ ഒരുപാട് ഉപദേശിച്ചളായി, ഒരു ഗാന്ധിയനാവും, അതാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നു സിനിമയിൽ ശത്രുക്കളില്ലാത്ത ചുരുക്കം പേരിൽ ഒരാൾ കല്ലു ഡെന്നീസാണ്. അദ്ദേഹത്തിന് ആരോടും ശത്രുതയില്ല. 2 കൈയും 2 കാലും വെച്ച് മാതാ ടൂറിസോമിൽ സ്ക്രിപ്റ്റ് എഴുതുന്ന കാലത്ത് അദ്ദേഹം മലയാള സിനിമയിൽ ഒരുപാട് പേരെ സഹായിച്ചു. അതിലെ ഭൂരിപക്ഷം പേരും അദ്ദേഹത്തിൻ്റെ ഒരു കാല് മുറിച്ച് തിരക്കഥാ രംഗത്ത് നിന്നൊക്കെ പിന്മാറി വീട്ടിൽ സ്വസ്ഥമായിരിക്കുന്ന ഒരവസ്ഥയാണല്ലോ ഇപ്പോൾ. തിരിഞ്ഞു നോക്കില്ല. എനിക്കറിയാം ഓരോരുത്തരെയും. ഡെന്നിച്ചായ ഒരു സ്ക്രിപ്റ്റ് തന്നാൽ ഞാൻ രക്ഷപ്പെടും, എനിക്കൊരു സ്ക്രിപ്റ്റ് തരുമെന്ന് പറഞ്ഞ് കാലെ പിടിച്ച് വാങ്ങിച്ച് അദ്ദേഹം തന്നെ പ്രൊഡ്യൂസറെ ഉണ്ടാക്കി കൊടുത്ത്, എന്താ പറയുക, കല്ലു ഡെന്നീസിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് എഴുതാൻ ഒരു കഥ പറഞ്ഞ് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അത് തിയേറ്ററിൽ എത്തുന്നത് വരെയുള്ള, പോസ്റ്റർ ഒട്ടിക്കുന്നത് വരെയുള്ള എല്ലാ ജോലിയും അദ്ദേഹം ശ്രദ്ധിക്കും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വലിയ പടങ്ങളും ലോ ബഡ്ജറ്റ് പടങ്ങളും എല്ലാം ഓടിയിട്ടുള്ളത്. പക്ഷേ എനിക്കറിയാം, അദ്ദേഹം ഒരു കാല് മുറിച്ച് ഞാൻ അമൃത ആശുപത്രി ചെന്ന് അദ്ദേഹത്തെ കണ്ടത്, നിസ്സംഗനായി എന്നെ നോക്കി ചിരിച്ചതുമൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹം പ്രതീക്ഷിച്ച പലരും അദ്ദേഹത്തെ കാണാൻ ചെന്നില്ല. അതിൽ അദ്ദേഹത്തിന് വേദനയുണ്ടെന്നറിയാം, പക്ഷേ അദ്ദേഹം ആരോടും അത് പുറത്ത് കാണിക്കില്ല. ഞാനിപ്പോൾ ഇത്രയും പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നെ 2 ദിവസം മുമ്പ് ഡെന്നിച്ചായൻ വിളിച്ചു, എന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉപദേശിച്ചു. ആ ഉപദേശിച്ചില്ല. പ്രധാന പ്രശ്നം ഞാൻ മുമ്പ് നിങ്ങളുടെ പറഞ്ഞു, ഞാൻ എൻ്റെ ഗുരുനാഥനായ ഹരികുമാർ സാറിനെ കുറിച്ച് ഒരു ചാനലിന് അഭിമുഖം കൊടുത്തു. ആ വൃത്തികെട്ടവൻ അത് എഡിറ്റ് ചെയ്ത് ഹരികുമാർ സാർ മരിച്ചപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ താഴെ സാറിൻ്റെ ഫോട്ടോയും വെച്ച് ഇത് റീലോ കുന്തോ കൊണ്ടാക്കി വിട്ടല്ലോ. അത് ഒരുപാട് ഡാമേജ് വരുത്തി എനിക്ക്. കാരണം ഒരുപാട് പേര് തെറ്റിദ്ധരിക്കുന്നത് സാറ് മരിച്ചു കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്നാണ്. സാറ് ജീവിച്ചിരിക്കുമ്പോഴേ ഞാൻ മരിച്ചു കിടക്കുമ്പോൾ ഞാൻ പറയില്ല, ഞാൻ മൊത്തമൊക്കെ പറയുന്ന ആളല്ലേ. അപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ച് വന്നപ്പോൾ ഡെന്നിച്ചായ എന്നോട് പറയുകയാണ്, ദിനേശേ മോനേടാ, നീ ഈ FFK-യെക്കുറിച്ച്, ഉണ്ണികൃഷ്ണനെക്കുറിച്ച്, അവരെക്കുറിച്ചൊന്നും സംസാരിക്കരുതല്ല. മനുഷ്യരല്ലേ, അവർക്കൊക്കെ തെറ്റ് പറ്റും. ആ തെറ്റൊന്നും നീ കണ്ടില്ല എന്ന് നടിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് ദേഷ്യം, ഞാനായിട്ട് കണ്ടില്ല എന്ന് എന്തിനാണ് അടിക്കണേ എന്നിട്ട്. അല്ല, തെറ്റ് മനുഷ്യ സഹജല്ലേ, അവനായിക്കോട്ടെ. ഒരു സംഘടനയുടെ തലപ്പത്തൊക്കെ ഇരിക്കുമ്പോൾ തെറ്റുകൾ വന്നാൽ അത് തിരുത്തണ്ടേ. നിങ്ങളോട് നീതി പുലർത്തിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ അങ്ങോട്ട് ശകാരിച്ചു. എന്തിനു പറയുന്നു, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളായി എന്ന് പറയാം. ശരി, ഇനി ഞാൻ നിന്നെ വിളിക്കില്ല, നീ എന്നെയും വിളിക്കരുത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറുമായിരിക്കും, എങ്കിൽ പോലും ഞാൻ ഇനി കുറച്ച് ദിവസത്തേക്ക് അദ്ദേഹത്തെ വിളിക്കില്ല. കാരണം എനിക്ക് എൻ്റെ ചാനലിൽ ഞാൻ എന്ത് പ്രോഗ്രാം ചെയ്യണം, ആ പ്രോഗ്രാമിൽ എന്തൊക്കെ പറയണമെന്നൊക്കെ മറ്റുള്ളവർ പറയുന്നത് എനിക്കെന്തോ സഹിക്കാൻ പറ്റില്ല. കാരണം സത്യസന്ധമായി നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ വ്യക്തിബന്ധങ്ങളെ ഞാൻ നോക്കാറില്ല. അതിപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന മമ്മൂട്ടിയെക്കുറിച്ചാണ്. പക്ഷേ മമ്മൂക്കയെക്കുറിച്ച് എത്ര വിമർശിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. മോഹൻലാലിനെ കുറിച്ച്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടനാണ്, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എത്ര വിമർശിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ നല്ലതും ചീത്തയും പറഞ്ഞിട്ടില്ലേ. അങ്ങനെ ഞാൻ ആരെയും പക്ഷം പിടിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ എന്ത് പറയണം എന്ത് പറയാൻ പാടില്ല എന്ന് മറ്റുള്ളവർ പറയുന്നത് എനിക്കിഷ്ടമല്ല. ആ വിഷയം പറഞ്ഞ് ഞാനും കല്ലു ഡെന്നീസും അവർ തെറ്റി. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇനി ഞാൻ നിന്നെ വിളിക്കില്ല, നീ എന്നെയും വിളിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിളിക്കില്ല. നമസ്കാരം. വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. വർത്തമാനകാല മലയാള സിനിമയിൽ ഒരു മാന്യനായ മനുഷ്യനെ പെട്ടെന്ന് പറയൂ എന്ന് പറഞ്ഞാൽ ഞാൻ അടക്കമുള്ള അനുഭവ സമ്പത്തുള്ളവർ പറയും അത് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനാണെന്ന് പറയും. അന്തൻ്റെ കണ്ണാടിയും വെച്ച് നമ്മളെ കണ്ടാൽ പരിചയം പോലും കാണിക്കാതെ നടന്നു പോകുന്ന മനുഷ്യനാണ് മമ്മൂട്ടി. എന്നാൽ അദ്ദേഹത്തെ കണ്ടാൽ നമ്മൾ ബഹുമാനത്തോടെ വിഷ് ചെയ്യുകയോ എണീറ്റ് നിൽക്കുകയോ ചെയ്തില്ല എങ്കിൽ
നല്ല പഴി പിന്നീട് കേൾക്കുമെന്നുള്ളതിന് ഉദാഹരണം ഞാൻ തന്നെ. കാരണം നാന വേണു എന്ന് പറഞ്ഞ നാനയുടെ റിപ്പോർട്ടറായിരുന്ന വേണുവിൻ്റെ കല്യാണം കരമന ഒരു കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഞാൻ ആ കല്യാണത്തിന് പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. ചെറിയ മണ്ഡപമാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ആരവം കേൾക്കുന്നു. നോക്കുമ്പോൾ പുലി വരികയാണ്, മമ്മൂക്ക വരികയാണ്, അന്തൻ്റെ കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെ വരികയാണ്. അപ്പോൾ എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിക്കുന്നു, വിഷ് ചെയ്യുന്നു, കൈ കൊടുക്കുന്നു, ഇങ്ങനെ വരികയാണ്. ഇദ്ദേഹം മസിൽ പിടിച്ച് ഇങ്ങനെ വരിക. ഞാനൊരു പരിചയമില്ലാത്തല്ലോ അവിടെ തന്നെ ഇരുന്നു. കാരണം നമ്മളെ അദ്ദേഹം പരിചയം കാണിക്കില്ല. കാരണം ഈ അന്തൻ്റെ കണ്ണാടി ആയതുകൊണ്ടേ നമ്മളത് നോക്കൂലല്ലോ. ഞാനതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. അദ്ദേഹം മണ്ഡപത്തിൽ കയറി നാന വേണുവിൻ്റെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് അതുപോലെ തിരിച്ചങ്ങ് പോയി. ഞാൻ അവിടെ തന്നെ ഇരുന്നു. കുറച്ച് ദിവസത്തിന് ശേഷം എനിക്ക് തോന്നുന്നു സുഹൃത്തിൻ്റെ സെറ്റിൽ ആദ്യത്തെ ദിവസത്തെ ഷൂട്ടിങ്ങിലാണെന്ന് തോന്നുന്നു. കാണുമ്പോൾ കണ്ടോടുണ്ട്, ഓ സാറ് നമ്മളെയൊന്നും കണ്ട് അറിയില്ലല്ലോ. ഏട്ടെന്ത് അല്ല, ആ വേണുവിൻ്റെ കല്യാണത്തിന് വന്നപ്പോഴേ നമ്മളിങ്ങനെ ഒരുത്തം വരികയാണെന്നുള്ളൊരു തോന്നൽ പോലും നിങ്ങൾക്കില്ലല്ലോ. ഏട്ടെന്ത് പറ്റി? അല്ല, എനിക്കത് മനസ്സിലായി. ഞാൻ പറഞ്ഞു, നമുക്ക് ഞാൻ നിങ്ങൾ വരുന്ന കണ്ട് എണീറ്റ് തന്നാൽ നിങ്ങൾ എന്നെ നോക്കൂല. അഥവാ നോക്കിയാൽ തന്നെ ഈ അന്തൻ്റെ കണ്ണാടി ആയതുകൊണ്ട് അറിയാൻ പറ്റില്ല. നമ്മൾ വിഷ് ചെയ്താൽ തിരിച്ച് വിഷ് ചെയ്യില്ല. പിന്നെ ഞാൻ എന്തിനാ വെറുതെ ഒരു വിഷിങ് വെറുതെ കളയണേ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എവിടെ വെച്ച് കണ്ടാലും ഞങ്ങൾ തമ്മിൽ ചെറിയായിട്ട് വർത്തമാനം പറഞ്ഞ് തെറ്റുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഒരുപാട് കാലമായി ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട്. ഞാൻ മുമ്പ് പറഞ്ഞതാണെന്നാണ് എൻ്റെ ഓർമ്മ. പറഞ്ഞു സൂറത്തിൻ്റെ സെറ്റിൽ വെച്ച് പട്ടണ റഷീദ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർത്തമാനത്തിനിടെ എന്നോട് ചോദിച്ചു, എടോ തനിക്ക് എൻ്റെ പേഴ്സണൽ PR ആവാമോ? ഞാൻ പറഞ്ഞു, പിന്നെ ആകാം. എന്താ തൻ്റെ ഡിമാൻഡ്? ഞാൻ പറഞ്ഞ്, ഇപ്പോൾ കേരളത്തിൽ കുറേ PR-മാരുണ്ട്. അവന്മാർ ചെയ്യുന്ന പണിയല്ല യഥാർത്ഥത്തിൽ PR എന്ന് പറയുന്നത്. അത് തമിഴ്നാട്ടിൽ കമൽഹാസൻ്റെയൊക്കെ രജനീകാന്തിൻ്റെയൊക്കെ PR-മാർ ചെയ്യുന്നത് കണ്ടുപഠിക്കണം. അങ്ങനെ എനിക്ക് സ്വാതന്ത്ര്യം തരുമെങ്കിൽ ഞാൻ PR ആവാം. പറ, എന്തൊക്കെ ഡിമാൻഡ്? ഞാൻ പറഞ്ഞൊന്നുമില്ല. താങ്കളുടെ ഒരു പുതിയ പടത്തിൻ്റെ എന്തെങ്കിലും ഒരാളിനോട് സംസാരിച്ചാൽ അത് പുറത്തുവിടുന്ന വാർത്ത അടക്കം പുറത്തുവിടുന്നത് ഞാനായിരിക്കും. താങ്കളുടെ ഒരു ഫോട്ടോ പുറത്തു വിടണമെങ്കിൽ അത് ഞാനായിരിക്കും വിടുന്നത്. അല്ലാതെ തോന്നുന്നവർക്കൊന്നും എടുത്തു കൊടുക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പുള്ളി ചുമ്മാ മിണ്ടാതെ ഇടയ്ക്കിടയ്ക്ക് റഷീദിനെ നോക്കും. റഷീദ് ഈ പാറയ്ക്ക് കാറ്റ് പിടിച്ചാൽ ഞാൻ ഇവിടുത്തെ കാരണമല്ല എന്നുള്ള രീതിയിൽ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുക. അവസാനം ചോദിച്ചു, തനിക്ക് ഞാൻ മാസം എത്ര രൂപ ശമ്പളം തരണം? ഞാൻ പറഞ്ഞു, ഒരു പടത്തിന് 5000 രൂപ വെച്ച് തരണം. സുഹൃത്തിൻ്റെ സമയത്താണേ. 5000 രൂപയെ ഞാൻ പറഞ്ഞാൽ 5000 രൂപ വെച്ച് തന്നാൽ ഞാൻ ശരിക്കും ഒരു PR-ഓടെ പണി ചെയ്യാം, ഇല്ല എങ്കിൽ എന്നെ കിട്ടില്ല. അപ്പോൾ എടുത്ത വായിലെ മമ്മൂക്ക പട്ടണ റഷീദിനോട് പറഞ്ഞു, യവനെ ഒരു പേന പോക്കറ്റിലുണ്ടെന്നുള്ള അഹങ്കാരം കൊണ്ട് ഒരു എല്ല് കൂടുതലാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ, അല്ല മമ്മൂക്ക, എനിക്ക് പേനയുള്ളതിൻ്റെ എല്ല് കൂടുതലല്ല, പിന്നെ എൻ്റെ നാളിൻ്റെ പ്രശ്നമാണ്. എന്താ തൻ്റെ നാൾ? അവൻ എൻ്റെ നാൾ വിശാഖമാണ് എന്നുകൊണ്ട് ഞാൻ നടത്തങ്ങ് പോയി. അപ്പോൾ ഈ പുലിയും വിശാഖമാണല്ലോ, മമ്മൂക്കയും വിശാഖമാണല്ലോ. പുള്ളി എടുത്ത വായിലെ മമ്മൂട്ടിയോട് പറഞ്ഞു, അവൻ എനിക്ക് ശരിക്കിട്ടൊരു ഊതിയിട്ട് പോയതാണ്. ഞങ്ങളങ്ങനെ ഗീവ് ആൻഡ് ടേക്ക്, കൊടുക്കൽ വാങ്ങൽ സൗഹൃദമുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മൂക്കയെ, ബഹുമാനമാണ്. ഞാൻ എന്തൊക്കെ വിമർശിച്ചാലും ഇനി എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് മമ്മൂക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വികാരമാണ്. ആ മനുഷ്യനെക്കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു 8 ദിവസമായിട്ട് ആരെയും കള്ളവാർത്തകൾ ഉണ്ടാക്കുന്ന ഒരു ചാനലുകാരൻ എൻ്റെ ഭാഷയിൽ പറയാമെന്നാണ്, ഒരു മണ്ടനെ വിളിച്ചിരുത്തി കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്ത് 3 മണിക്കൂർ 3 എപ്പിസോഡായിട്ട് ചെയ്തു. ഞാൻ അയാളുടെ ചാനൽ കാണാറില്ല. തുടങ്ങിയ കാലത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അയാളെ. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സത്യസന്ധമായി സംസാരിക്കുന്നു, അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെ. ഇപ്പം ഞാൻ ജയശങ്കറിൻ്റെയും പ്രോഗ്രാം കാണില്ല, ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ചാനലും കാണില്ല. കാരണം 2 പേർക്കും പക്ഷമുണ്ട്. പക്ഷം എന്ന് പറയുന്നത് ഒന്ന് കമ്മ്യൂണിസത്തിനെതിര്, 2 സത്യത്തിനെതിര്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കറിനെ ചോദിച്ചാൽ ആൾ പറഞ്ഞാൽ CPI-കാരനാണെന്ന്. ഒരിക്കലും അല്ല, അയാൾ ഒരു വൃത്തികെട്ടവനാണ്. എനിക്കതുകൊണ്ട് ഇപ്പോൾ ഞാൻ ജയശങ്കറിൻ്റെ പ്രോഗ്രാമും കാണില്ല, ഈ പറയുന്ന ചാനലുകാരൻ്റെ പ്രോഗ്രാമും കാണില്ല. പക്ഷേ നമ്മുടെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. നമ്മൾ കേരളത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നാണ് എനിക്ക് അതിൻ്റെ ലിങ്ക് അയച്ചിരുന്നത്. ചേട്ടാ ബുധനാഴ്ച പറയുന്നത് ഈ വിഷയമായിരിക്കണേ, ഞായറാഴ്ച ഇത് തന്നെ പറയുമല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അയച്ചു തരും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അത് കാണേണ്ടി വരുന്നു, എന്താണെന്ന് അറിയണമല്ലോ. അങ്ങനെ ഞാൻ ഈ പെരുമഴക്കാലത്ത് 3 മണിക്കൂർ 3 എപ്പിസോഡ് ആ ചാനലിലെ അഭിമുഖം, ഒരു ഭർത്താവിൻ്റെ അഭിമുഖം കണ്ടു, ഒരു മുസൽമാൻ്റെ അഭിമുഖം. എനിക്ക് അയാളെ കുറിച്ച് ഭയങ്കര പുച്ഛം തോന്നി. എന്താ പറയുക, മണ്ടനൊന്നുമല്ല, അപാര ബുദ്ധിയുള്ളവനാണ്, കുറുക്കൻ്റെ ബുദ്ധിയുള്ളവനെന്ന് ഞാൻ പറയും. സ്വന്തം ഭാര്യയെക്കുറിച്ച്, അയാളെ സഹായിച്ചവരെക്കുറിച്ച്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച്, അയാൾക്ക് എന്താ പറയുക പാർലമെൻറ്റ് കാണാനുള്ള പാസ് കൊടുത്ത അന്നത്തെ MP ആയ PK ബിജുവിനെ കുറിച്ച് അടക്കം
അയാൾ അധിക്ഷേപിക്കുന്ന കാണുമ്പോൾ, അയാൾ ഇരിക്കുന്ന ചാനൽ ഇതൊക്കെ ആഘോഷിക്കുന്ന ചാനലല്ലേ. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പുച്ഛം തോന്നി. പക്ഷെ അതെല്ലാം ഞാൻ കളഞ്ഞാൽ പോലും എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ജെന്റിൽമാൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ 100% അർത്ഥം മമ്മൂട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പേഴ്സണലായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയാം. ആ മമ്മൂക്കയെക്കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങൾ പറയുകയും അതിൻ്റെ പിന്നാലെ ഇവിടെ എന്തിനും ഇപ്പോൾ ഒരു വർഗീയ നിറമാണല്ലോ. മോഹൻലാലിൻ്റെ ഒരു പടം വന്നാൽ അതിൻ്റെ പുറകെ കുറേ എന്തൊക്കെ പറയൽ സുഡാപ്പിയ ഒരു ഗ്രൂപ്പുകാർ മോഹൻലാലിനെ തെറി പറഞ്ഞുകൊണ്ട് ഇടും. മമ്മൂട്ടിയുടെ ഒരു പടം വന്നാൽ മോഹൻലാലിൻ്റെ അനുയായികളെന്ന് പറഞ്ഞ് കുറേ എണ്ണം അതിലിടും. വാസ്തവത്തിൽ അത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെ അനുയായികളല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർ തമ്മിൽ എത്ര ഹാർമണി ഉണ്ടെന്നാണ്. ഇപ്പോൾ തന്നെ മോഹൻലാൽ മമ്മൂട്ടിയുടെ ഇഷ്യൂ എന്ന ഭാഗ സിനിമയിൽ നിന്ന് പരസ്യമായി പ്രതികരിച്ച ഏക ആൾ മോഹൻലാലാണ്. ചെയ്തത് മോശമായിപ്പോയി എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ മോഹൻലാലിനും മമ്മൂട്ടിക്കൊന്നും ഇതിൽ പങ്കുണ്ടെന്ന് എനിക്ക് തോന്നില്ല. പക്ഷേ മോഹൻലാൽ ജനിച്ച ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട, മമ്മൂട്ടി ജനിച്ച മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറേ എണ്ണം, വേലയില്ലാതെ നടക്കുന്ന കുറേ എണ്ണം പക്ഷം പിടിച്ചുകൊണ്ട് കാണിക്കുന്ന പോക്കർത്തനം. ഞാൻ ഈ 3 എപ്പിസോഡിൻ്റെ താഴെ മമ്മൂട്ടിയെ തെറി വിളിച്ചിരിക്കുന്നത് വായിച്ചപ്പോൾ എന്തെല്ലാം, ഒരിക്കലും മമ്മൂക്കയ്ക്ക് യോജിക്കാത്ത എന്തെല്ലാം അപവാദങ്ങൾ, എന്തെല്ലാം മോശത്തരങ്ങൾ പറയുന്നു എന്ന് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. നമ്മൾ വിദ്യാസമ്പന്നരാണ്, പ്രബുദ്ധരാണെന്നൊക്കെ പറയുന്ന കേരളത്തിൽ നിന്ന് വിവരം കെട്ടവന്മാർ ഇടുന്ന കമൻറ്റുകൾ കാണുമ്പോൾ എനിക്ക് ദുഃഖം തോന്നി സത്യത്തിൽ. ഈ ചാനലുകാരൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന്, ഈ ചാനലുകാരൻ നാളെ ഇളിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ അടുത്ത് ചെന്നാലും അവർ പിടിച്ചിരുത്തും. ഇവനെയൊക്കെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തണ്ടേ? സിനിമാ സമൂഹമെങ്കിലും അത് ചെയ്യണ്ടേ? ഇവിടെ എന്താ പറയുക, FFK ഉണ്ട്, അമ്മയുണ്ട്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, ചേംബറുണ്ട്, എന്തെല്ലാം സംഘടനകളുണ്ട്. ഇത്രയും പരസ്യമായി ഈ 73 വയസ്സ് കഴിഞ്ഞ് 74-കാരനാകാൻ പോകുന്ന മമ്മൂട്ടിയെ പോലൊരു മാന്യനെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദികൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞ് അടച്ചാക്ഷേപിക്കുമ്പോൾ ഒരു സംഘടനയും പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. ഒരു സംഘടനയും പ്രതികരിച്ചില്ല. ഇനി മമ്മൂട്ടി ഫാൻസുകാർ പ്രതികരിച്ചോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവരെ ആ ഐറ്റവുമായിട്ട് എനിക്ക് ബന്ധമില്ലല്ലോ. കേരളത്തിൻ്റെ ഹാർമണി നശിപ്പിച്ചാലും വേണ്ടില്ല, ജാതിയും മതവും ഇസവും ഒക്കെ പറഞ്ഞ് നമുക്ക് റീച്ച് ഉണ്ടാക്കണം എന്ന ചിന്ത മാത്രമുള്ള ചിലർ ഒരുത്തരെ പിടിച്ചിരുത്തി 3 മണിക്കൂർ വർത്തമാനം പറയിപ്പിച്ച് അവസാനം നോക്കുമ്പോൾ അതിൻ്റെ അവതാരക ഇരുന്ന് കോട്ടുമായി വിടുന്നു. കാരണം അയാൾക്ക് മടുത്തു. പക്ഷേ ഈ പറയുന്നവനും വിടുന്നില്ല. അവൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ, കാളപ്പെടുത്തോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർകട്ട് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ മതിയാക്കാം എന്നുള്ള രീതിയിൽ അവതാരകൻ ഇരുന്ന് കോട്ടുമായി വിടുന്നു. എന്നിട്ട് പോലും ബോറടിപ്പിച്ചത് മതിയാക്കാതെ ഇങ്ങനെ പറയുക. അതും ആരെക്കുറിച്ചൊക്കെ, ഭാര്യയെക്കുറിച്ച്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെക്കുറിച്ച്. ഇപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ പറയും, ഇവൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരൻ തെമ്മാടിത്തരം കാണിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരൻ തെമ്മാടിത്തരം കാണിച്ചെന്ന് ദിനേശ് പറയും. അതിനിപ്പോൾ എനിക്ക് ആരെയും സർട്ടിഫിക്കറ്റ് വേണ്ട. അതിന് ഞാൻ ഒരുപാട് തെളിവുകൾ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഞാൻ ആരെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ പേടിയൊന്നുമില്ല, ആ ഭയഭക്തിയും ഇല്ല. ഒരു നേതാവ് പോക്കൃത്തനം കാണിച്ചാൽ പോക്കൃത്തനമാണ് എന്ന് മുഖത്ത് നോക്കി പറയാനുള്ള ആംബിയർ ഉള്ളവനെന്നാണ് ഞാൻ എന്നെപ്പറ്റി ധരിക്കുന്നത്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് നേതാക്കളെക്കുറിച്ച്, മമ്മൂട്ടിയെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ചൊക്കെ ഒരുത്തനിരുന്ന് 3 മണിക്കൂർ വള എന്ന് പറയുന്നത് ഒരു മടിയുമില്ലാതെ ടെലികാസ്റ്റ് ചെയ്ത് 10 പൈസ ഉണ്ടാക്കുന്നത് ലക്ഷക്കണക്ക് പേര് കണ്ടിട്ടുണ്ട്. അതിൽ മമ്മൂട്ടി എന്ന് സകലരും ബഹുമാനത്തോടെ കാണുന്ന ഒരു മനുഷ്യനെ പ്രതിപ്പട്ടിയിൽ നിർത്താനുള്ള ഒരു എന്താ പറയുക, ഹീനമായ ശ്രമം അയാൾ നടത്തി എന്നുള്ളത് വളരെ ബോറായിപ്പോയി എന്നേ എനിക്ക് പറയാനുള്ളൂ. ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്വയം കഥകൾ നെയ്ത് അതിൻ്റെ തടവറയിൽ കഴിയുന്ന വിഭാര്യനായ മനുഷ്യനാണ് കുട്ടൻ എന്ന് പറഞ്ഞ ഈ ബ്രാഹ്മണ മനുഷ്യൻ. ഒരു കുട്ടിയുണ്ട്, കിച്ചു. മകനോട് പോലും അമിതമായ എന്താ പറയുക, സംരക്ഷണ സ്വഭാവവും മേൽക്കോയ്മയൊക്കെ കാണിച്ച് ആ മകൻ്റെ പോലും ശത്രുപക്ഷത്ത് നിർത്തേണ്ടി വരുന്ന, അതായത് മകൻ വിചാരിക്കുന്നത് ഇയാളെ എങ്ങനെയെങ്കിലും ഒന്ന് ചത്ത് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന അത്രയും ഒരു ബോർണായ ഒരു സ്വഭാവ സവിശേഷതയുള്ള ഒരു ബ്രാഹ്മണ പോലീസുകാരനാണ് ഈ കുട്ടൻ. കുട്ടൻ താമസിക്കുന്നതിനടുത്ത് ഒരു ഫ്ലാറ്റിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരുത്തനോടൊപ്പം ഒളിച്ചോടിയ കുട്ടൻ്റെ സഹോദരി താമസിക്കാൻ എത്തുന്നതോടെ കുട്ടൻ എന്ന മനുഷ്യൻ്റെ സ്വഭാവം താളം തെറ്റുന്നു. കുട്ടൻ്റെ ന്യൂനപക്ഷങ്ങളോടുള്ള വിദ്വേഷം സഹോദരിയെയും ഭർത്താവിൻ്റെയും മരണത്തിൽ വരെ എത്തുന്നതാണ് വിഷയം. ഒരു ചെറിയ പടം, പുഴു എന്ന് പറഞ്ഞ പടത്തിൻ്റെ വിഷയമാണ് സബ്ജക്റ്റാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ ഈ ചെറിയ പടം വൃത്തിയായി കഥ പറഞ്ഞ ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ ബജറ്റിൽ തീർത്തതാവണം. ഒരു കന്നി സംവിധായിക്ക്
ചെയ്തെടുക്കാവുന്ന തരത്തിലുള്ള ഒരു ലൈറ്ററായ ഒരു സബ്ജക്റ്റായിരുന്നു പുഴു. തിയേറ്ററിൽ ഇത് ഓടാൻ പ്രയാസമാണെന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ടായിരിക്കണം OTT-ക്കാണ് പുഴു കൊടുത്തത്. തിയേറ്ററിൽ വന്നില്ലല്ലോ. അല്ലെങ്കിൽ OTT-ക്കായി തീർത്ത സിനിമ സോണി ലൈവിൽ ഒരേ സമയം തന്നെ ഹിന്ദി, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായി ടെലികാസ്റ്റ് ചെയ്തു. കുട്ടൻ്റെ വേഷമായിരുന്നു മമ്മൂട്ടിക്ക്. നല്ല അഭിനേത്രിയായ മിടുക്കിയായ പാർവതിയാണ് ഭാരതി എന്ന സഹോദരിയുടെ വേഷം ചെയ്തത്. അവർണൻ്റെ കൂടെ പോയ വേഷം. സവർണ വിഭാഗത്തെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഈ ചിത്രം ചെയ്തു എന്നാണ് പടം റിലീസായി 2 വർഷം കഴിഞ്ഞിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പടം റിലീസ് ചെയ്തപ്പോഴൊന്നും ആരും ഇങ്ങനെ ചിന്തിച്ചില്ല. ഈ നേരത്തെ പറഞ്ഞ ഒരു കാക്ക ഭർത്താവ് വന്നിരുന്ന വളവള പറഞ്ഞപ്പോഴാണ് കേരളത്തിലെ ജനം അങ്ങോട്ട് ഇളവുകയാണ്. മമ്മൂട്ടി എന്താ പറയുക, വരേണ്യവർഗത്തെ അല്ലെങ്കിൽ സവർണ വിഭാഗത്തെ ആക്ഷേപിച്ചുകൊണ്ടുള്ള സിനിമ ചെയ്തു എന്നുള്ള ആരോപണം പൊട്ടിമുളക്കുകയാണ് 2 വർഷം കഴിഞ്ഞിട്ട്. തുടക്കമിട്ടതാരാ? ആ പടം സംവിധാനം ചെയ്ത റത്തീനയുടെ എന്താ പറയുക, ബന്ധമൊഴിഞ്ഞ ഭർത്താവ്. എന്തിലും ഏതിലും ജാതീയമായി, മതപരമായി, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായി ചിന്തിക്കാനും പറയാനും ആവുന്ന ഒരുവൻ്റെ ചാനലിൽ 3 എപ്പിസോഡായി സംവിധായകയുടെ മുൻ കെട്ടിയവൻ്റെ അഭിമുഖം വന്നതിൻ്റെ പിന്നാലെയാണ് മമ്മൂട്ടിയെ ഹിന്ദു വിരുദ്ധനായി ഒരു ചെറുപക്ഷ ഇപ്പോൾ ചിത്രീകരിക്കുന്നത്. ക്രൂരമാണ് എന്ന് ഞാൻ പറയും. അയ്യർ ദ ഗ്രേറ്റ് പോലുള്ള CBI ഗ്രൂപ്പിലെ പട്ടാഭിരാമനെ പോലെ ഉള്ള സവർണ കഥാപാത്രങ്ങൾ ചെയ്ത് വിജയിപ്പിച്ച, കയ്യടി നേടിയ, വലിയ വിജയങ്ങളുണ്ടാക്കിയ നടനാണ് മമ്മൂട്ടി എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. ഇപ്പം സേതുരാമയ്യർ CBI 5 പാർട്ടായിട്ട് വന്നു. അദ്ദേഹത്തെ ബോറടിക്കുന്നുവെങ്കിൽ ഇയാൾ എന്തെന്ന് പറ്റരെന്ന് തോന്നുകയാണെങ്കിൽ ആ പടം ഓടുമോ? 5 പാർട്ട് ഓടുമോ? അതുപോലെ അഥർവം പോലുള്ള ആഭിചാര ക്രിയകൾ ചെയ്യുന്ന ബ്രാഹ്മണനായും അഭിനയിച്ചിട്ടുള്ള മമ്മൂട്ടിയെ ഇന്ന് ഇവർ പറയുന്നത് അയാൾ മമ്മൂട്ടി അല്ലെന്നേ, അയാൾ മുഹമ്മദ് കുട്ടിയാണ് എന്നുള്ള ഇൻട്രോയിലാണ് ഒരു ചെറിയ പക്ഷം. 40 വർഷത്തിലധികമായി മലയാള സിനിമയിൽ മാന്യനായി അല്ലെങ്കിൽ വലിയേട്ടനായി എന്താ പറയുക ജീവിക്കുന്ന ഒരു മനുഷ്യനെ 74ാമത്തെ വയസ്സിൽ ഇസ്ലാമിക തീവ്രവാദിയായി നിർത്തുകയാണ്. നിങ്ങൾ ആലോചിച്ചു, എന്തൊരു ബോറെന്ന് നിങ്ങൾ ആലോചിച്ചു. ഇന്ത്യയിൽ നിന്ന് നടമാടുന്ന ജാതി മത കാട് ഏശാത്ത കേരളത്തിലും ഒന്ന് ട്രൈ ചെയ്യാമെന്നായിരിക്കും ഈ വർഗീയപരമായ ചിന്തകൾ നടത്തുന്നവരുടെ തോന്നൽ. സംവിധായിക ഒരു മുസ്ലിം സ്ത്രീയാണ്, രത്തിന എന്നാണ് പേര്. ഭർത്താവിൻ്റെ പേര് ഷർഷാദ്. അവരുടെ ഈ പറയുന്ന രത്തിനയുടെ ഭർത്താവാണ് ഭാര്യയെ സിനിമാക്കാരിയാക്കാൻ മമ്മൂട്ടിയുടെ മുന്നിൽ എത്തിച്ചത്. അതാണ് രസം. എൻ്റെ ഭാര്യയ്ക്ക് ഒരുപാട് മിടുക്കുകളുണ്ട്, നല്ല കഥ എഴുതും, നന്നായിട്ട് പെയിൻറ്റ് ചെയ്യും, പോസ്റ്റർ ചെയ്യും. പ്രിയദർശൻ്റെ മറ്റേ ഒട്ടകവും അറബി എന്നുള്ള പടം, മാധവൻ നായർ എന്നുള്ള പടത്തിൻ്റെ പോസ്റ്റർ ചെയ്തവരാണ്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് കലാകാരിയാവാൻ കഴിയും, നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞ് മമ്മൂട്ടിയുടെ അടുത്ത് ഈ രത്തീനയെ കൊണ്ടുപോയത് ഈ ഷർഷാദാണ്. മമ്മൂട്ടി അതിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു. അതാണ് അദ്ദേഹം ചെയ്ത ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ്. രത്തീന സിനിമയിൽ സജീവമായി. സിനിമാക്കാരിയാകാൻ അവർ കുട്ടികളോടൊപ്പം ചെന്നൈയിൽ നിന്ന്, അവർ ചെന്നൈയിലാണ് സെറ്റിൽ ചെയ്തിരുന്നത്, അവിടെ നിന്ന് അവർ താമസം കൊച്ചിയിലേക്ക് മാറ്റി. ഭർത്താവ് ബിസിനസ്സിനായി ചെന്നൈയിൽ തന്നെ താമസം തുടർന്നു. രത്തീന ഒരു തിരക്കഥ തീർത്തു. പക്ഷേ ഒരു തുടക്കക്കാരിക്ക് കൈ ഒതുക്കത്തോടെ അത് തീർക്കാനാവില്ല എന്ന മമ്മൂട്ടിയുടെ തിരിച്ചറിവിൽ മറ്റൊരു കഥയും തിരക്കഥയും കണ്ടെത്തുന്നു രത്തീന. രത്തീന എഴുതിയ കഥയ്ക്ക് വലിയ ബജറ്റ് വേണ്ടി വരും ചെയ്യാൻ. അതിന് പറ്റിയ ആളെ കിട്ടുമ്പോൾ ഞാനിത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആ തിരക്കഥ മമ്മൂട്ടി വാങ്ങി എന്നാണ് ഷർഷാദ് പറയുന്നത്. പകരം പുഴു എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. നല്ല അഭിപ്രായം സംവിധായക രത്തിനയ്ക്ക് കിട്ടി. അവർ അടുത്ത സിനിമയ്ക്കായി എഴുത്തു തുടങ്ങുന്നു. ഞാൻ എന്ന് സിനിമ ചെയ്താലും അതിലെ നായകൻ മമ്മൂട്ടി ആണെങ്കിലേ ചെയ്യൂ എന്നാണ് അവർ പരസ്യമായി പറഞ്ഞത്. അവർക്ക് അത്ര ഇഷ്ടമാണ്, പാഷനാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിനെ വെച്ചുള്ള സിനിമ അല്ലാതെ ഞാൻ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് അവർ പരസ്യമായി പറഞ്ഞത്, ഞാൻ മമ്മൂട്ടി അഭിനയിക്കുമെങ്കിൽ മാത്രമേ ഞാൻ സിനിമകൾ ചെയ്യൂ. ഇത്രയും കേട്ടതിൽ എവിടെയാണ് മമ്മൂട്ടി എന്ന അഭിനേതാവ് അല്ലെങ്കിൽ മനുഷ്യൻ വർഗീയവാദിയാകുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത്രയും ഞാൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ്, വിലയിരുത്തലാണ് ഞാൻ നടത്തിയത്. ഇതിലെവിടെയാണ് അദ്ദേഹം ഒരു വർഗീയവാദി എന്ന് മുദ്ര കുത്താവുന്ന അല്ലെങ്കിൽ സവർണനെ ആക്ഷേപിക്കുന്ന അവർണൻ എന്ന് പറയാവുന്ന എന്താണ് അദ്ദേഹം ചെയ്തത്? മമ്മൂട്ടി അങ്ങനെയാണെന്നേ. ഒരു കഥ പറയാൻ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന കാലത്ത്, അസോസിയേറ്റ് ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം എന്ന് പറയും പോലെ, അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്ത്
മമ്മൂട്ടി ശ്രദ്ധിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ. അയാൾ ഒരിക്കൽ മമ്മൂട്ടിയെ കാണാൻ ചെന്നു. ഞാനൊരു കഥ പറയട്ടെ എന്ന് പറഞ്ഞു. പറയൂ എന്ന് പറഞ്ഞു. കഥ പറഞ്ഞു. കഥ മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇത് ആരെഴുതും? അല്ല, ഞാൻ ലോഹിതദാസിനോട് സംസാരിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. എന്തിനി? താൻ നന്നായി കഥ പറയല്ലേ, ഇപ്പം എന്നോട് പറഞ്ഞതുപോലെ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ, എഴുതൂ എന്ന് പറഞ്ഞു. ആ പയ്യൻ പോയി അതുപോലെ എഴുതി. ആ എഴുത്താണ് കാഴ്ച എന്ന് പറഞ്ഞ മനോഹരമായ സിനിമ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ബ്ലസ്സി എന്ന ആട് ജീവിതക്കാരനെ നമുക്ക് മലയാള സിനിമയ്ക്ക് നൽകിയത്. വേറൊരു അസോസിയേറ്റ് ഡയറക്ടറോട് അയാൾ സംവിധായകനാകാൻ പോകുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ മമ്മൂക്ക സംസാരിച്ചു ആ അസോസിയേറ്റ് ഡയറക്ടറിനോട്. ആരോടോ എഴുതുന്നേ എന്ന് ചോദിച്ചു. എഴുതുന്നത് മിക്കവാറും ഷീനിച്ചേട്ടനായിരിക്കും, ശ്രീനിവാസനായിരിക്കും. എനിക്ക് പറ്റിയ കഥ വല്ലതും ആണെങ്കിലേ ഞാൻ ചെയ്യാം എന്ന് ആ പയ്യനോട് അങ്ങോട്ട് പറഞ്ഞു മമ്മൂക്ക. ആര് പറയും? ശരിക്കും പറഞ്ഞാൽ ആ പയ്യൻ ഞെട്ടിക്കാണും. എടോ, ശ്രീനിവാസൻ പറയുന്ന കഥയില്ലേ, എനിക്ക് പറ്റിയ വല്ല വേഷമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ കേട്ടോ എന്ന് പറഞ്ഞു. കാര്യങ്ങൾ വേഗത്തിലാവുന്നു. ഇദ്ദേഹം ഡേറ്റ് കൊടുക്കുന്നതായപ്പോൾ ശ്രീനിവാസൻ ഒന്ന് സ്പീഡപ്പ് ചെയ്തു. അങ്ങനെയാണ് മറവത്തൂർ കനവ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാകുന്നതും ലാൽ ജോസ് എന്ന് പറഞ്ഞ മിടുക്കനായ സംവിധായകനുണ്ടാകുന്നതും. മറ്റൊരു പയ്യൻ സ്വന്തമായി കഥ എഴുതി, തിരക്കഥ എഴുതി, എല്ലാം റെഡിയാക്കി അയാളുടെ അച്ഛനോട് അല്ലെങ്കിൽ അയാൾക്ക് പരിചയമുള്ള സിനിമാക്കാരോടൊക്കെ വായിച്ച് കേൾപ്പിച്ചപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. ആ കഥ കേൾക്കാൻ മമ്മൂക്കയുടെ സമയം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, കൊണ്ടുവാ, ഞാൻ ഈ പുതിയ ആളുകളുടെ കഥ കേൾക്കലിൻ്റെ സ്പെഷ്യലിസ്റ്റ് അല്ലേ, വാ എന്ന് പറഞ്ഞു. അയാൾ കഥ പറഞ്ഞു. നല്ല തിരക്കഥ. ആരെയാ നീ സംവിധായകനായി മനസ്സിൽ കാണുന്നേ എന്ന് ചോദിച്ചു. അപ്പോൾ പയ്യൻ 2 സംവിധായകരുടെ പേര് പറഞ്ഞു. കൊള്ളാമല്ലോ നിൻ്റെ കാഴ്ചപ്പാട്. ഒരു കാര്യം ചെയ്യ്, നീ തന്നെ എഴുതിയത് നീ തന്നെ സംവിധാനം ചെയ്യേ എന്നായിരുന്നു ആ പയ്യനോട് പറയുന്നത്. അത് കേട്ട പയ്യൻ ഞെട്ടിപ്പോയി. കാരണം ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് പോലും ഒരു സിനിമാ സെറ്റിൽ പോലും പോയിട്ടില്ലാത്തൊരു ചെറുപ്പക്കാരനോട് പറയാണ്, നീ പറഞ്ഞ് ഈ വലിയ 2 സംവിധായകരില്ലേ, കൊള്ളാം, അവർ ചെയ്താലും നന്നാവും, പക്ഷേ നീ ഒരു കാര്യം ചെയ്യും, നീ എഴുതിയത് നീ തന്നെ അങ്ങ് സംവിധാനം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്ന, ഒരു 3-4 മാസത്തിനുള്ളിൽ തിയേറ്ററിൽ വരാൻ പോകുന്ന ബസുക്ക എന്ന് പറയുന്ന സിനിമ ഉണ്ടാകുന്നത്. തിരക്കഥാകൃത്ത് കലു ഡെന്നീസിൻ്റെ മകൻ ഡിനോ ഡെന്നീസാണ് സ്വതന്ത്ര സംവിധായകനാവുന്നത് ബസുക്കയിലൂടെ. ഇതാണ് മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈൽ. മലയാളത്തിൽ ഒരു സൂപ്പർ സ്റ്റാർ, വേറെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ വേറെ ഒരു സ്റ്റാറുകളും ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ 3 നവാഗതരും അറിഞ്ഞോ അറിയാതെയോ ക്രിസ്ത്യാനികളായിരുന്നു എന്നത് ചിലപ്പോൾ ഇപ്പോഴാവും പ്രേക്ഷകരും മമ്മൂക്കയും ചിന്തിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഇതിലൊന്നും മുസൽമാനില്ല. ഹിന്ദുക്കളെ ഒതുക്കാനായിട്ട് മുസ്ലിങ്ങളെ വളർത്തിയെടുക്കുന്ന മമ്മൂട്ടി കൊടുത്ത 3 ഡേറ്റും എന്താ പറയുക, ക്രിസ്ത്യാനികൾക്കായിരുന്നു. ഞാൻ ജാതി പറയണമെന്ന് വിചാരിക്കരുത്, ജാതി പറയണം ചില സ്ഥലങ്ങളിൽ, പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അവർ 3 പേരും ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞത്. അല്ലാതെ ബ്ലസ്സി ക്രിസ്ത്യാനിയെന്നോ ലാൽ ജോസ് ക്രിസ്ത്യാനിയെന്നോ അല്ലെങ്കിൽ ഈ ഡിനോ ക്രിസ്ത്യാനിയെന്നോ പറയേണ്ട കാര്യമില്ല. എങ്കിലും നിങ്ങളെ ബോധ്യപ്പെടുത്താനായി ഞാൻ പറയുകയാണ്. അങ്ങനെയുള്ള ഒരാളെയാണ് മുസ്ലിം തീവ്രവാദികൾക്ക് വെള്ളവും വളവും നൽകുന്ന മനുഷ്യനാക്കി മാറ്റുന്നത് കേരളത്തിൽ. മുൻപ് പറഞ്ഞ ഒരു കഥ ഇവിടെ പറയണം. ഒരു അവാർഡ് വേദിയിൽ വെച്ച് കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ ആദ്യത്തെ സിനിമാ ലേഖന മത്സരത്തിന് സ്വർണ്ണ മെഡൽ നേടിയ ആളാണ് ഞാൻ. ആ അവാർഡ് വാങ്ങാനായിട്ട് ഞാൻ തിരുവനന്തപുരം സെനറ്റ് ഹാളിൽ 2ാമത്തെ നിരയിൽ ഇരിക്കുകയാണ് സ്റ്റേജിൽ. കേന്ദ്രമന്ത്രി കൃഷ്ണകുമാറാണ് ഉദ്ഘാടകൻ. അദ്ദേഹമാണ് അവാർഡുകൾ സമ്മാനിക്കുന്നത്. അവാർഡ് വേദിയിൽ വെച്ച് എനിക്ക് തല്ലിൻ്റെ കുറവാണെന്ന് പറഞ്ഞ ആളാണ് മമ്മൂക്ക. കാരണം മോഹൻലാലിൻ്റെ ഒരു കല്യാണ റിപ്പോർട്ട് ചെയ്തെടുത്ത് വെച്ച് ഞാനൊരു സത്യസന്ധമായി എഴുതിയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ അല്ല, സത്യസന്ധമായി ഞാൻ എഴുതിയത് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു. നല്ല തല്ലിൻ്റെ കുറവെന്ന് ആദ്യമായി അവാർഡ് കിട്ടിയത് വാങ്ങാനിരിക്കുന്ന വേദിയിൽ വെച്ച് എന്നോട് പറഞ്ഞ ആളാണ് മമ്മൂക്ക. ഇവനെയൊന്നും വെറുതെ വിടരുത്, നന്നായി പെരുമാറണം മമ്മൂക്ക എന്ന് പ്രോത്സാഹിപ്പിച്ച ഭീമൻ രഘു ഇപ്പോഴും തിരുവനന്തപുരത്ത് ജീവിച്ചിരിപ്പുണ്ട്. അതുപോലെ നിങ്ങളുടെ അനുജന്മാരുടെ പ്രായമില്ലാത്ത പയ്യനല്ലേ മമ്മൂക്ക എന്ന് എനിക്ക് വേണ്ടി സംസാരിച്ച മീശവാദമനിലെ പട്ടാളം പുരുഷു എന്ന് എല്ലാവരും അറിയുന്ന ജെയിംസ് മരിച്ചും പോയി. പുറപ്പാടിൻ്റെയും സുഹൃത്തിൻ്റെയും സെറ്റിൽ. അതുകൊണ്ട് തന്നെ ഞാൻ സ്വയം ഒരകലം മമ്മൂക്കയായിട്ട് പാലിച്ചിരുന്നു. 2 വിശാഖ നാളുകാരുടെ ഒരെല്ല് കൂടുതലുള്ളതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഉടക്കിപ്പോഴും ഞാൻ വകവച്ചില്ല. വർഷങ്ങൾ പലത് കഴിയുന്നു. ഒരിക്കൽ മമ്മൂക്ക തലസ്ഥാനത്ത് വർക്കിനായി വരുന്നു. അപ്പോൾ അദ്ദേഹം വർക്കിനായി വരുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു 10-30 വർഷക്കാലം
അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നാൽ പങ്കജ് ഹോട്ടലിലേ താമസിക്കും. ചന്ദ്രസേനൻ നായരുടെ പങ്കജ് ഹോട്ടലിലേ താമസിക്കും. അപ്പോൾ CBI ഡയറക്കുറിപ്പ് ആഗസ്റ്റ് 1 അല്ലെങ്കിൽ കോട്ടയം കുഞ്ഞച്ചൻ മുതലായ മമ്മൂട്ടിയുടെ സൂപ്പർ പണം വാരി പടങ്ങൾ നിർമ്മിച്ച അരോമണിയുടെ ഹോട്ടലാണ് ഒരു മതിലിൻ്റെ അപ്പുറത്തിരിക്കുന്നത്. ഒരു മതിലാണല്ലോ രണ്ടിൻ്റെയും, പങ്കജ് ഹോട്ടലിൻ്റെയും ഇദ്ദേഹത്തിൻ്റെയും അരോമണിയുടെയും ഹോട്ടൽ. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹം പങ്കജ് ഹോട്ടലിലേ താമസിക്കും. കാരണം ചന്ദ്രസേനൻ നായരുടെ പങ്കജിലേ താമസിക്കൂ. വർഷങ്ങളായിട്ട് അവിടെ താമസിക്കും. ഞാൻ കേരളോദിക്ക് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്തൊക്കെ അവിടെ പോയാണ് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു നാൾ മമ്മൂക്ക പങ്കജ് ഹോട്ടലിൽ താമസിക്കാൻ വന്നു. ചന്ദ്രസേനൻ നായർ, എനിക്ക് പ്രിയപ്പെട്ട സേനൻ ചേട്ടൻ, മമ്മൂട്ടിയുടെ വലിയ ആരാധകനുമൊക്കെയാണ്. സേനൻ ചേട്ടൻ മമ്മൂക്കയുടെ റൂമിലേക്ക് ചെന്നു. റൂമിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഞാൻ കുട്ടികളുടെ ഒരു സിനിമ നിർമ്മിക്കുന്നു. കുട്ടികളുടെ? ഓ, ആര് സംവിധാനം? തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് K. ജയകുമാറാണ്. അന്ന് ജയകുമാർ സാറ് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയാണ്, K. ജയകുമാർ IAS. അങ്ങേർക്ക് പാട്ടൊക്കെ എഴുതി ഈ ചീഫ് സെക്രട്ടറി പദവിയായിട്ടൊക്കെ നടന്നാൽ പോലെ എന്തിനാ അദ്ദേഹം ഇങ്ങനെ അറിഞ്ഞൂടാത്ത പണിയൊക്കെ ചെയ്യാൻ പോകണമെന്നൊക്കെ പറഞ്ഞാൽ ആദ്യം അദ്ദേഹം റൈസ് ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് ചോദിച്ചു, അത് പോട്ടെ, ആരാ ഇത് അസോസിയേറ്റ് ചെയ്യുന്നത്? അപ്പോൾ സുരേഷ് കുമാറിൻ്റെ, ചന്ദ്രസേനൻ നായരുടെ, സേനൻ ചേട്ടൻ്റെ എന്താ പറയുക, ഭാര്യയുടെ സഹോദരനാണല്ലോ നിർമ്മാതാവ് സുരേഷ് കുമാർ. അപ്പോൾ സുരേഷ് കുമാറിൻ്റെ ഒരു അസ്മാദിയായ ഒരു സംവിധായകനെയാണ് ഇതിൽ അസോസിയേറ്റായിട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെയും ജാതി പറയാം മതം പറയാമെന്ന് വിചാരിക്കരുത്. ഒരു മുസ്ലിം സംവിധായകനെയാണ് അസോസിയേറ്റായിട്ട് വെച്ചിരിക്കുന്നത്. അദ്ദേഹം ആ പേര് കേട്ടോ ചോദിച്ചോടോ, തൻ്റെ അളിയനെന്ന് പറഞ്ഞാൽ സുരേഷോ നന്നാവില്ല, തന്നെയും അയാൾ നന്നാവാൻ സമ്മതിക്കില്ല. എടോ, വർക്ക് അറിയാവുന്ന ആരെങ്കിലും വെച്ച് ചെയ്യാൻ നോക്കണോ? ജയകുമാറിന് ഇത്രയും തിരക്കൊക്കെ ഉള്ളതല്ലേ, വർക്ക് അറിയാവുന്ന ആരെങ്കിലും വെച്ച് ചെയ്യാൻ നോക്കും. എന്നിട്ട് ഇദ്ദേഹം ഷൂട്ടിങ്ങിന് പോയി. സേനൻ ചേട്ടൻ ആകെ ഷോക്കായി. അപ്പോൾ സേനൻ ചേട്ടൻ്റെ ഒരു മനസ്സാക്ഷിയാണ് ഫോട്ടോഗ്രാഫർ R. ഗോപാലകൃഷ്ണൻ. ഇവരെല്ലാം തിരുവനന്തപുരത്ത് ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കള്ളമല്ല പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. സേനൻ ചേട്ടൻ ഗോപാലകൃഷ്ണനായിട്ട് സംസാരിച്ചു. നമുക്ക് വേറെ ആരെങ്കിലും അസോസിയേറ്റ് ആക്കണം എന്ന് മമ്മൂക്ക എന്നോട് ചൂടായി. അപ്പോൾ ഗോപാലകൃഷ്ണൻ പറയും, നമുക്ക് ദിനേശിനെ വയ്ക്കാം. അങ്ങനെ സേനൻ ചേട്ടൻ എന്നെ വിളിക്കും. അപ്പോൾ എവിടെ വെച്ച് കണ്ടാലും സേനൻ ചേട്ടൻ ശാന്തിയുള്ള ദിനേശ് എന്ന് വിളിക്കില്ല, ദിനേശ് എന്ന് വിളിക്കില്ല. എവിടെ വെച്ച് കണ്ടാലും മിസ്റ്റർ ദിനേശ് നായർ എന്നേ വിളിക്കൂ. അദ്ദേഹം ഒരു നായർ പ്രേമിയായോണ്ടായിരിക്കാം. മിസ്റ്റർ ദിനേശ് നായർ, ഞാൻ സേനനാണ്. ഞാൻ പറഞ്ഞു, സേനൻ ചേട്ടൻ പറയണം, ഒന്ന് കാണാൻ പറ്റുമോ? എന്നിട്ട് ഞാൻ ചെന്നു, പങ്കജ് ചെന്നു, കണ്ടപ്പോൾ എന്താ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ ഇതിലൊരു അസോസിയേറ്റിനെ വെച്ചു സുരേഷ് പറഞ്ഞിട്ട്. പക്ഷേ ആ അസോസിയേറ്റ് വയ്ക്കരുത്, വർക്കർ എന്നുള്ള വേറെ ആരെങ്കിലും വയ്ക്കൂ. കാരണം ജയകുമാർ ഒരുപാട് തിരക്കുള്ള ആളാണ്, ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹം ഇങ്ങനെ ഇന്നിവിടെയെങ്കിൽ നാളെ ഡൽഹിയിൽ നിന്ന് പറഞ്ഞ് പറന്ന് നടക്കുന്ന ആളല്ലേ, അതുകൊണ്ട് ഒരു നല്ല വർക്ക് അറിയാവുന്ന ഒരാളെ വയ്ക്കൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് മമ്മൂക്ക. ദിനേശിന് ഇത് വർക്ക് ചെയ്യാമോ? ഞാൻ പറഞ്ഞു, പിന്നെ എന്ത് ഞാൻ ചെയ്യാം. ഞാനൊരു വലിയ തുക പറഞ്ഞു. അയ്യോ, അത് ഒരുപാടായിപ്പില്ലേ? അവന് അത് പറ്റില്ല, ഇത് 16 mm എടുത്ത് 35 ബ്ലോ അപ്പ് ഒക്കെ ചെയ്യേണ്ടതാണ്, എനിക്ക് ഇത്രയും പൈസ തന്നാൽ ഞാൻ വരാമെന്ന് എന്നെ വെച്ചു. വൈകുന്നേരം പുലി ഷൂട്ടിങ് കഴിഞ്ഞ് വന്നു. സേനൻ ചേട്ടൻ വീണ്ടും റൂമിൽ ചെന്നു. അപ്പോൾ ഈ മമ്മൂക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പോൾ എന്തെങ്കിലും പടപടപടപടാന്ന് കുറേ നമ്മളെ വഴക്ക് കുറഞ്ഞെന്ന് വെച്ചോളൂ, വൈകിട്ടാകുമ്പോൾ പുള്ളി മറന്നു പോകും. പുള്ളി അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആളല്ല, ഒരു കാര്യവും മനസ്സിൽ വയ്ക്കില്ല. സേനൻ ചേട്ടൻ റൂമിൽ ചെന്നപ്പോൾ, എന്താ? ഞാൻ വല്ല രാവിലെ ഇക്ക പറഞ്ഞില്ലേ, ഞാൻ അതുപോലെ ചെയ്തു. എന്ത് കാര്യം? അല്ല, ഞാൻ ചെയ്യുന്ന കുട്ടികളുടെ സിനിമയിലല്ലേ വർക്കറിയാവുന്ന വേറെ ഏതെങ്കിലും ഒരാളിനെ അസോസിയേറ്റ് ചെയ്യിക്കണം, ഈ ഇപ്പോൾ വച്ചിരിക്കുന്ന ആളിനെ മാറ്റണം എന്ന് പറഞ്ഞില്ല. നാളെ മാറ്റി. വരാര്? അത് തിരുവനന്തപുരത്തുള്ള ശാന്തിവിള ദിനേശ് എന്ന് പറഞ്ഞ് അയാൾ മതിയിടോ, അയാൾ ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു അവാർഡ് കിട്ടുന്ന വേദിയിൽ സെൻറ്റ് ഹാളിൽ വെച്ച് എന്നെ തല്ലാൻ, നിനക്ക് നല്ല തല്ലിൻ്റെ കുറവാണെന്ന് പറഞ്ഞാൽ എന്നോട് ബഹളമുണ്ടാക്കിയ ആൾ പുറപ്പാടിൻ്റെ സെറ്റിൽ JC സാറിനോട് പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ ദിനേശിൻ്റെ കാര്യത്തിൽ മമ്മൂട്ടി ഇടപെടില്ല, മമ്മൂട്ടിയുടെ കാര്യത്തിൽ ദിനേശ് ഇടപെടണ്ട എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഷൂട്ടിംഗ് നടന്ന ദിവസങ്ങളിലോ മദ്രാസിൽ ഡബ്ബിങ് നടക്കുന്ന ദിവസങ്ങളിലോ മമ്മൂക്ക വന്ന എണീക്കാത്ത, മമ്മൂക്ക വന്ന വിഷയാത്ത ആളായിരുന്നു ഞാൻ. എന്നെ അദ്ദേഹം ഇങ്ങനെ ഈ പടത്തിൽ വെച്ചു എന്ന് പറഞ്ഞപ്പോൾ എടുത്ത വയല പറയണ്ട, അയാൾ ചെയ്തോളൂടോ, അയാൾക്ക് വർക്കറിയാം. ഞാനൊരു മുസൽമാനല്ല, നിങ്ങൾ മനസ്സിലാക്കൂ, ഞാനൊരു തികഞ്ഞ ഹിന്ദു ആണെന്ന് അഭിമാനിക്കുന്ന ഒരാളാണ്. മുസ്ലിം പക്ഷപാതം പിടിക്കുന്ന മമ്മൂട്ടി എന്ന് പറഞ്ഞ ആൾ മുസ്ലിമായ അസോസിയേറ്റിനെ വെച്ചപ്പോൾ അയാൾക്ക് വർക്കറിയില്ല, അയാളെ മാറ്റടോ എന്ന് പറഞ്ഞിട്ട് പകരം വെച്ചത് ഹിന്ദു പക്ഷപാതിയായ എന്നെയാണ്. ആ മനുഷ്യനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അദ്ദേഹം മുസ്ലിം തീവ്രവാദികളുടെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെ പറയാമോ? 100% ഹിന്ദുവായ എന്നെ 100% മുസൽമാനായ ഒരാളെ മാറ്റിയിട്ട് വച്ചപ്പോൾ അത് നന്നായിടോ, അയാൾ ആ വർക്ക് ചെയ്തോളും എന്ന് പറഞ്ഞ അയാളെ മുസ്ലിം പക്ഷപാതി എന്ന് പറയുന്നവന്മാർക്ക് തലയ്ക്ക് സുഖമില്ല എന്നേ ഞാൻ പറയും. ഞാനങ്ങനെ പറയും.
നിങ്ങളിപ്പോൾ കണ്ടില്ലേ, വി ശിവൻകുട്ടി ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹത്തെ പോയി കണ്ട് ഇത് കേരളമാണ്, ഗുജറാത്തല്ല, നിങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ കേരളത്തിൻ്റെ ജനതയുടെ പക്ഷത്തു നിന്നുണ്ടാവുമെന്ന് അസന്നിഗ്ധമായി പറഞ്ഞു. കാരണം മുഖ്യമന്ത്രി ഇവിടെ ഇല്ലല്ലോ. അതിൻ്റെ പിന്നാലെ KC വേണുഗോപാൽ കോൺഗ്രസിൻ്റെ, അതുപോലെ ഒരുപാട് രാഷ്ട്രീയക്കാരിറങ്ങി അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ. ആ പരിപ്പങ്ങ് വേവില്ല, അതങ്ങ് വാങ്ങി വെച്ചേരെ എന്ന് പച്ചയ്ക്ക് പറഞ്ഞു അദ്ദേഹം. എനിക്ക് ആ മനുഷ്യനൊരു നല്ല സല്യൂട്ട് കൊടുക്കണമെന്ന് തോന്നി. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറയുകയാണ്, അങ്ങനെ മമ്മൂട്ടിയെ മുസ്ലിം ആണെന്നൊക്കെ പറഞ്ഞൊരു കള്ളിയിൽ കയറ്റി നിർത്താനുള്ള പരിപാടിയൊക്കെ മാറ്റി വെച്ചേരെ, ആ പരിപ്പ് ഇവിടെ വേഗയില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു. അങ്ങനെയുള്ളവരും ഉണ്ട് ഇവിടെ. എനിക്കെപ്പോഴും തോന്നിയൊരു സംശയം, സൂര്യമാനസം എന്ന് പറഞ്ഞ ഒരു ബുദ്ധിയില്ലാത്ത ചെറുപ്പക്കാരനായിട്ടാണല്ലോ മമ്മൂക്ക അഭിനയിച്ചത്. നല്ല മേക്കപ്പൊക്കെ ചെയ്ത് നല്ല പടമല്ലേ. ആ പടത്തിൻ്റെ സംവിധായകൻ വിജി തമ്പി ഇപ്പോൾ കേരളത്തിലെ ഒരു തീവ്ര ഹിന്ദുപക്ഷ നേതാവാണ്. കേരളത്തിലെ പ്രസിഡൻ്റാണ് ഒരു ഹിന്ദു സംഘടനയുടെ. ഞങ്ങളും നല്ല ബന്ധം. എൻ്റെ 2 ഫോണിലും രാവിലെ ഗുഡ് മോർണിംഗ് വന്നിരിക്കും അദ്ദേഹത്തിൻ്റെ. അതിൽ കുറേ മഹത് വചനങ്ങളൊക്കെ വെച്ചിട്ട് ഞാനതുപോലെ എൻ്റെ പുതിയ എപ്പിസോഡ് എന്താണെന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് വെച്ചിട്ടുണ്ട്. ഞങ്ങളൊരു ഗീവ് ആൻഡ് ടേക്ക്, നല്ല ബന്ധമാണ്. എൻ്റെ മകൻ്റെ വിവാഹത്തിന്, അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് ഒക്കെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും നല്ല ഹാർമണിയുള്ള ബന്ധമാണ് ഞാൻ വിജി തമ്പിയായിട്ട്. പക്ഷേ ആ മനുഷ്യൻ സൂര്യമാനസം സംവിധാനം ചെയ്ത വിജി തമ്പി പ്രതികരിക്കണമായിരുന്നു. മമ്മൂട്ടി ഒരു വർഗീയവാദിയാണോ എന്ന് അദ്ദേഹം പറയണമായിരുന്നു. അദ്ദേഹത്തിന് ഒരു പടം ചെയ്തതിൻ്റെ പരിചയമെങ്കിലും ഉണ്ടല്ലോ, അദ്ദേഹം പറയണമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു തീവ്ര ഹൈന്ദവ സംഘടനയുടെ നേതാവായിട്ട്, സംസ്ഥാന നേതാവായിട്ട് പോലും അദ്ദേഹം പ്രതികരിച്ചില്ല. അതുപോലെ എല്ലാത്തിലും കയറി തലയിടുന്ന ആളാണല്ലോ മേജർ രവി. ഒരക്ഷരം മമ്മൂട്ടി വെച്ച് പടം ചെയ്തിട്ടുള്ള ആളാണല്ലോ മേജർ രവി. വിശാല ഹൃദയനായി, ഞാൻ ഹിന്ദുത്വ പക്ഷപാതിയാണെങ്കിലും ഞാനൊരു വിശാല ഹൃദയനാണെന്ന് നാഴിക്ക് 40 വട്ടം പറയുന്ന ആളാണല്ലോ മേജർ രവി. എന്താ അയാൾ അറിഞ്ഞില്ലേ ഈ വിവരമൊന്നും? അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ നിർമ്മാതാവ് സുരേഷ് കുമാർ ഇവിടുത്തെ BJPയുടെ എന്തോ സംസ്ഥാന കമ്മിറ്റി മെമ്പറോ എന്തൊക്കെയാണല്ലോ, എന്തൊക്കെയാണ്. പിന്നെ കലാ സാംസ്കാരിക രംഗത്ത് BJP ഉണ്ടാക്കിയിരിക്കുന്ന എന്തോ സ്വർണ്ണതാമര എന്തോ ഒരു സംഘടന ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ നേതാവാണ്. ഈ നേരം വരെ സുരേഷ് കുമാർ പറയണ്ടേ, 10-30 വർഷക്കാലം എൻ്റെ അളിയൻ്റെ പങ്കജ് ഹോട്ടലിൽ താമസിച്ച, അല്ലെങ്കിൽ ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ, അല്ലെങ്കിൽ എൻ്റെ രാഹുലിൻ്റെ അടക്കം കൂലി അടക്കം എൻ്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള മമ്മൂട്ടി ഒരു വർഗീയവാദിയല്ല എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ സുരേഷ് കുമാർ കാണിക്കണ്ടേ? സ്വന്തം മകനെ പോലും സ്വന്തം സിനിമയിൽ അഭിനയിപ്പിക്കാത്ത മമ്മൂട്ടി, അദ്ദേഹം ഒരു അനിയനെ പോലെ മകനെ പോലെ കൊണ്ടു നടക്കുന്ന ഒരുത്തനാണല്ലോ ഇവിടെ ഒരു തടിയും പയ്യനുള്ള ഉണ്ണി മൂത്തൻ. വാ തുറന്നൊരക്ഷരം പറഞ്ഞു എൻ്റെ മമ്മൂക്കയെക്കുറിച്ച് അങ്ങനെ പറയരുതെന്ന്. അയാളും ഈ ഹിന്ദു പക്ഷത്ത് പിടിച്ച് ഭയങ്കര സിനിമയിലൂടെ ഹിന്ദുത്വം എങ്ങനെ വളർത്താമെന്ന് നോക്കുന്ന റിസർച്ച് ചെയ്യുന്ന ഒരാളാണല്ലോ. അയാൾ പറയണോ വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെ ഇപ്പോൾ കൊല്ലത്ത് മത്സരിച്ച കൃഷ്ണകുമാർ ദൂരദർശനിലെ വാർത്ത വായിച്ച് നടന്നിരുന്ന, അല്ലെങ്കിൽ ടാൻഡൻ കമ്മ്യൂണിക്കേഷനിലെ ജോലിക്കാരനായിരുന്ന കാലത്ത് അയാൾക്കൊരു വലിയ വേഷം കിട്ടുന്നത് സുഹൃതം എന്ന് പറഞ്ഞ പടത്തില്ല. ആ സുഹൃതത്തിൽ മമ്മൂട്ടിയോടൊപ്പം ത്രൂ ഔട്ടുണ്ടായിരുന്ന വേഷമായിരുന്നു. ആ സെറ്റിൽ വെച്ച് മമ്മൂട്ടി എങ്ങനെയാണ് എന്നോട് പെരുമാറിയെന്ന് കൃഷ്ണകുമാർ പറയണ്ടേ? അയാളൊരു വർഗീയവാദിയൊന്നും അല്ല എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ കൃഷ്ണകുമാർ കാണിച്ചില്ല. സ്ഥാനത്തും അസ്ഥാനത്തും മമ്മൂക്ക എന്നൊക്കെ വിളിച്ച് ഭയങ്കര വാചകം അടിക്കുന്ന വേറൊരു വിശാല ഹൃദയനുണ്ടല്ലോ ഇവിടെ, സുരേഷ് ഗോപി. വാ തുറന്നു അയാൾ. ഇവരാരും വാ തുറന്നിട്ടില്ലെങ്കിലും സുരേഷ് ഗോപി വാ തുറക്കട്ടെ. ഇവിടെ കേരളത്തിലെ മുഴുവൻ, അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ഹൈന്ദവരെ അങ്ങനെ ഉണർത്താൻ നടക്കുകയില്ലേ? അയാൾ പറയണ്ടേ മമ്മൂട്ടി ഒരു വർഗീയവാദിയാണോ അല്ലേന്ന് പറയണ്ടേ? പറയില്ല. ഈ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ കുഴപ്പം ഇതാണ്. കാരണം ഞാൻ പറഞ്ഞ ഈ ലിസ്റ്റിലുള്ളവന്മാരെയൊക്കെ പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ്. ഏറ്റവും കുറഞ്ഞത് സുരേഷ് ഗോപിയെങ്കിലും ഒരു അന്യനെ പോലെ വിശ്വസിക്കുന്ന ആളാണ് മമ്മൂട്ടി. വെറുതെയാണ്, നിങ്ങൾ മണ്ടനാണെന്ന് ഞാൻ പറയും മമ്മൂട്ടിയെ. കാരണം ഇവരൊന്നും, നിങ്ങൾക്കൊരു പതനം വന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീഴ്ച വന്നാൽ, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും അറ്റാക്ക് ചെയ്താൽ യോമാരെല്ലാം പൊട്ടന്മാരെ പോലെ ഇരിക്കും. ഒരു യോമാരും നിങ്ങൾക്ക് പിന്തുണ തരില്ല എന്ന് ഇതിൽ നിന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. പകരം KC വേണുഗോപാലിനെ പോലെ, വി ശിവൻകുട്ടിയെ പോലുള്ളവർ നിങ്ങൾക്ക് പിന്തുണ നൽകും. അതും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ പറയും. ഇവിടുത്തെ സിനിമാ സംഘടനകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുന്ന ഉണ്ണികൃഷ്ണൻ അടക്കം എത്രയോ പേര്. ഉണ്ണികൃഷ്ണൻ എത്ര പടം അദ്ദേഹത്തെ വെച്ച് ചെയ്തിരിക്കുന്നു? ഒരക്ഷരം വേണ്ടിയോ? സംഘടനകൾ ഇടപെടണ്ടേ? 74 വയസ്സായ 42 വർഷമായി മലയാള സിനിമയുടെ ഗതിവിഗതികൾ സശ്രദ്ധം വീക്ഷിക്കുകയും അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മാന്യനായ മനുഷ്യനെ, ചുവന്ന വരയിട്ട് മാന്യനായ മനുഷ്യനെ കൊത്തിപ്പറിക്കുമ്പോൾ ഈ സിനിമാ സംഘടനകളൊക്കെ പറയണ്ടേ അതങ്ങ് വിട്ടരെ, മമ്മൂട്ടി അങ്ങ് വിട്ടരെ എന്ന് പറയണ്ടേ? പറയില്ല. ED പേടിയാണ്. വലിയ കഷ്ടമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, 2-3 വർഷം മുമ്പ് ആറ്റുകാൽ അമ്പലത്തിൽ ആറ്റുകാൽ അമ്മച്ചിയുടെ പൊങ്കാല മഹോത്സവം വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ വന്നത് മമ്മൂട്ടിയാണ്.
അയാൾ തീവ്ര മറ്റേ മുസ്ലിമാണേ. ഇന്ത്യയെ തന്നെ നശിപ്പിക്കാൻ നടക്കുന്ന തീവ്ര ഹിന്ദുക്കളുടെ വക്താവാണല്ലോ മമ്മൂട്ടി. ആറ്റിയാൽ അമ്മച്ചിയുടെ പൊങ്കാല ഉത്സവം ഉദ്ഘാടനം ചെയ്യാൻ വന്ന മമ്മൂട്ടിക്ക് കൊടുത്ത കവർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു നോക്കൂ. എത്ര ലക്ഷം കൊടുത്തു, അത് എത്ര സന്തോഷത്തോടുകൂടി അയാൾ തിരിച്ചു വന്നു എന്ന് അന്വേഷിക്കൂ. പിറ്റേ വർഷം വന്നത് വേറൊരു നടനാണല്ലോ. ഇവിടെ ഹൈന്ദവരെ മുഴുവൻ ഉയർത്താൻ നടക്കുന്ന, സിനിമയിലൂടെ ഉയർത്താൻ നടക്കുന്നവൻ വന്ന് ആണാ പൈസ പറഞ്ഞു വാങ്ങിച്ചോന്നും കൂടെ അന്വേഷിക്കും. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. 5 നേരം നിസ്കരിക്കുന്ന സത്യസന്ധനായ മുസൽമാനായ മമ്മൂട്ടി പൈസ വാങ്ങിച്ചില്ല ആറ്റിയാൽ അമ്മച്ചീരെ. മറ്റവൻ അമ്മച്ചി എനിക്ക് തന്നതല്ലേ എന്ന് പറഞ്ഞ് റേറ്റ് പറഞ്ഞ് വാങ്ങിച്ചു. ഞാൻ എറണാകുളത്ത് നിന്ന് ഇവിടം വരെ വരാം, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ, ഇത്ര ലക്ഷം തന്നാൽ മാത്രമേ ഞാൻ വരൂ എന്ന് പറഞ്ഞ് വാങ്ങിച്ചു. പക്ഷേ അതൊന്നും ഇവിടെ ചർച്ച ചെയ്യില്ലെന്നേ. ഇവിടെ എന്താ പറയുക, മമ്മൂട്ടി പ്രതിഫലം വാങ്ങിക്കാത്തത് അയാൾക്ക് ആയിരക്കണക്കിന് കോടി ഇല്ലേന്ന്, അതിൻ്റെ കൊഴുപ്പുകൊണ്ടാണ് അയാൾ വാങ്ങിക്കാത്തതെന്ന് പറയും. സനാതന ധർമ്മം എന്താ പറയുക പിടിച്ച് വാചകം അടിക്കുന്ന ആ തടിയൻ പയ്യൻ കൃത്യമായി പറഞ്ഞു വാങ്ങിച്ചു. ആറ്റിയാൽ അമ്മച്ചി എനിക്ക് തന്നതാണെന്ന് പറയും. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ഒരു മുസ്ലിം എന്തോ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, കാസയും കൂസയും ഒന്നും എനിക്ക് പേടിയുമില്ല, എനിക്ക് പരിചയവുമില്ല. ആ കാസ എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പുകാർ കാതൽ എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പം മുസൽമാൻ്റെ സകലൊന്നും നശിപ്പിച്ച് കളഞ്ഞേ, ഇയാളെ ഒതുക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാചകം അടിച്ചു. അപ്പോഴും ആരും പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. ഇവിടെ പ്രതികരണ ശേഷികൾ നഷ്ടപ്പെട്ടവന്മാരുടെ ലോകമാണ് കേരളം. അതുപോലെ മോഹൻലാലിൻ്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മോഹൻലാൽ അയാൾ എന്താ പറയുക, കോളേജിൽ പഠിക്കുന്ന കാലത്ത് SFI ആയിരുന്നു പറയുന്നു. അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട, അത് ബാലചാബല്യങ്ങൾ. അയാളുടെ പ്രവൃത്തികൾ കണ്ടാൽ അയാൾ പിണറായി വിജയനെയും നരേന്ദ്രമോദിയെയും ഒരുപോലെ കാണുന്ന ആളാണ്. ഡൽഹി ചെന്ന് നരേന്ദ്രമോദിയെ കണ്ട് എന്തോ ഒരു ഫംഗ്ഷനൊക്കെ പോയി വിളിച്ച് ആ മോഡിയുടെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസം തോന്നും. അതുപോലെ തന്നെ പിണറായിയുടെ മുമ്പേ ഇരുന്ന് തമാശ പറഞ്ഞ് ചിരിക്കുന്ന ഫോട്ടോകൾ കാണുമ്പോഴും എനിക്ക് രസം തോന്നും. ശ്രീരാമക്ഷേത്രം അയോധ്യയിൽ തുറക്കുന്ന എന്തോ മിഴി തുറക്കേ കണ്ണു തുറക്കേ എന്തൊക്കെ ചെയ്യുന്ന ഒരു ചടങ്ങ് നടത്തിയല്ലോ. ആ ചടങ്ങിന് മോഹൻലാൽ വിളിക്കുമ്പോൾ അദ്ദേഹം വിദേശത്തെവിടെയായിരുന്നു, അദ്ദേഹം പോയില്ല. ആ കാരണം പറഞ്ഞ് മറ്റേ വാലിബൻ എന്നുള്ള പട റിലീസിന് ഇപ്പോൾ ടെർബോ വരുമ്പോൾ മമ്മൂട്ടിയെ ഒതുക്കണമെന്ന് പറയും പോലെ വാലിബൻ വരുന്ന സമയത്ത് ഇവിടുത്തെ ഹൈന്ദവ തീവ്ര ഗ്രൂപ്പുകൾ എന്തൊക്കെയാണ് പറഞ്ഞ മോഹൻലാലിനെ എന്തൊക്കെയാണ് തള്ളക്കി വിളിച്ചേ. അയാളെ പടത്തിനെ കാണാതാക്കും, കേരളത്തിൽ റിലീസ് ചെയ്താൽ ഞങ്ങൾ ഹിന്ദുക്കൾ കാണൂല എന്നൊക്കെ പറഞ്ഞ് വാചകം അടിച്ചു ഇല്ലേ. പടം വീണുപോയി. അത് പടം വീണ യവന്മാർ കൊണ്ടൊന്നുമല്ല, പടം വീണത് പടം മോശമായതുകൊണ്ട് വീണുപോയി. എന്നിട്ട് മോഹൻലാൽ അത്രയും ആക്രമണം നേരിട്ടപ്പോൾ ഈ മാടമ്പിയൊക്കെ എടുത്ത ഉണ്ണികൃഷ്ണനടക്കം ആരെങ്കിലും ഇടപെട്ടോ? സിനിമാ സംഘടനകൾ, ഉണ്ണികൃഷ്ണനെ മാത്രമായിട്ട് നമ്മൾ എന്തിനു പറഞ്ഞു, ഏതെങ്കിലും സിനിമാ സംഘടന മോഹൻലാലിന് വേണ്ടി കമാന്നൊരു അക്ഷരം വേണ്ടി എല്ലാവർക്കും ഈടിപ്പേടിയാണെന്ന്, ഈടിപ്പേടിയിലാണ് ഇപ്പോൾ കേരളം ജീവിക്കുന്നതെന്ന് പറയാം. എന്നാൽ 24 മണിക്കൂറും വർഗീയത പറയുന്ന സുരേഷ് ഗോപി പോകത്തതിൽ അവന്മാർക്ക് ആക്കുമ്പോൾ ഒരു പ്രയാസമില്ല. സുരേഷ് ഏട്ടൻ പോയില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ മോഹൻലാൽ പോയില്ലെങ്കിൽ ഞങ്ങൾ തള്ളക്കി വിളിക്കും. എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്താണെന്ന്. ഇപ്പം തന്നെ നല്ല ചോക്കൂ, മമ്മൂട്ടിയുടെ ഈ ഇഷ്യൂവിൽ മോഹൻലാൽ മാത്രമാണെന്നേ പ്രതികരിച്ചത്. മോശമായിപ്പോയി മമ്മൂട്ടിയോട് കാണിച്ചത്, മമ്മൂക്കയോട് കാണിച്ച മോശമായിപ്പോയി അയാളാണ് പറഞ്ഞത്. എന്തായാലും കഷ്ടമാണെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇനി പറയുന്നത് രാഷ്ട്രീയപരമായി കണ്ടാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരാൾ നല്ലവനാണെങ്കിൽ അയാൾ ചാകണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെല്ലാം കൊള്ളരുതാത്തവരാണ്, കൊള്ളയടിക്കുന്നവന്മാരും കൊള്ളരുതാത്തവരും കൊലപാതകികളും ഒക്കെ ആണല്ലോ. പക്ഷേ ഒരുത്തൻ ചത്താൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരാൾ മരിച്ചാൽ അയാളെ വിശുദ്ധനാക്കും. ഇപ്പോൾ സഖാവ് AKG രോഗബാധിതനായി ആശുപത്രി കിടന്നപ്പോൾ ചത്തൂടേടാ ഗോപാല എന്ന് മുദ്രാവാക്യം വിളിച്ചവരുണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ. അവർ തന്നെ പറഞ്ഞത്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് എന്താണെന്ന് പറയുക, പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവായ AKGയും പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുമായിട്ടുണ്ടായിരുന്ന ആത്മബന്ധം ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയില്ല എന്ന് പറയും. വിക്കൻ എന്ന് വിളിച്ചാണല്ലോ EMSനെ പരിഹസിച്ചിരുന്നത്. ഇപ്പം EMS മരിച്ചു കഴിഞ്ഞാൽ പറയും, സഖാവ് EMSൻ്റെ ദീർഘവീക്ഷണത്തെ പറ്റി നമ്മൾ ചിന്തിക്കണം, കേരളം കെട്ടിപ്പടുക്കാൻ EMS നൽകിയ സംഭാവന വിക്കൻ എന്ന് വിളിച്ചവന്മാരാണ്. അതുപോലെ EK നായനാരെ, സഖാവ് EK നായനാരെ ബഫൂൺ എന്നല്ലേ ഒരുമാതിരിപ്പെട്ടവന്മാരെല്ലാം വിളിച്ചുകൊണ്ടിരുന്നത്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ. പിന്നെ പറയുന്നത് ഇത്രയും ജനകീയനായ ഒരു നേതാവുണ്ടോ? ഇത് എന്താ പറയുക, സഖാവ് VSനെ വെട്ടിനിരത്തലിൻ്റെ നേതാവ് എന്ന് പറഞ്ഞാൽ VSനും ഗുഡ് ബുക്കിൽ കയറണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലം കഴിയണം. അതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കൾക്കുള്ള ഒരു ഗതികേട്. ഇവിടെ ഷർസാദ് പറയുകയാണ്, കോടിയേരി നല്ല നേതാവായിരുന്നു, ഗോവിന്ദൻ മാഷ് ആൾ വെടിപ്പല്ല, അയാളുടെ മകൻ ശ്യാം സംവിധായകൻ രഞ്ജിത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്,
ഓൻ എൻ്റെ പരിചയക്കാരനാണ്. രഞ്ജിത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായത് ഇനി വല്ല തകരാറുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതോ ഇനി ഗോവിന്ദ മാഷിൻ്റെ മകനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനമായി പ്രവർത്തിക്കാത്തതിൻ്റെ ചുരുക്കാണോ എന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ ഷർഷാദ് റിപ്പബ്ലിക് ദിന പരേഡ് കാണാനായിട്ട് ഡൽഹിക്ക് പോയി, ഭാര്യയും മക്കളെയൊക്കെ കൂട്ടി. പരേഡെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പൂതി വന്നു, പാർലമെൻറ്റും രാഷ്ട്രപതി ഭവനും ഒക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാം. അപ്പോൾ അങ്ങനെ കാണണമെങ്കിൽ പാസ് വേണം. അപ്പോൾ ഗോവിന്ദ മാഷിൻ്റെ മകൻ, അതായത് രഞ്ജിത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായ ശ്യാമുമായിട്ട് ഈ ഷർഷാദിന് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ശ്യാമിനെ വിളിച്ചു, ശ്യാമേ, എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം കൂടി രാഷ്ട്രപതി ഭവനും പാർലമെൻറ്റിനകമൊക്കെ ഒന്ന് കാണാൻ ഒരു പാസ് സംഘടിപ്പിച്ച് തരുമെന്ന് ചോദിക്കുന്നു. ഇവരെപ്പോലുള്ളവരൊന്നും സഹായിക്കരുതെന്ന് ഞാൻ പറയും. പണ്ടൊരിക്കലൊരു തിരുവനന്തപുരത്തുള്ളൊരു, ഞാൻ കൂടെ ചീത്ത വിളിക്കുന്ന ഒരു അർബോറൻ സംവിധായകൻ ഉണ്ടല്ലോ, അയാൾ എന്തോ ആവശ്യത്തിന് ഡൽഹി പോയപ്പോഴേ അയാൾക്ക് തോന്നി പാർലമെൻറ്റ് മന്ദിരം ഒന്ന് കാണാം. അയാൾ അന്ന് പാർലമെൻറ്റിലെ മന്ത്രിയായിരിക്കുന്ന AK ആൻ്റണിയെ കാണാൻ വീട്ടിൽ ചെന്നു. അപ്പോൾ ഈ പറയുന്ന ഈ ബോറൻ, ഈ വ്യാജ പോസ്റ്റർ ഒട്ടിക്കുന്നവൻ കോൺഗ്രസ്സുകാരനാണ്. അങ്ങനെ AK ആൻ്റണിയുടെ വീട് തപ്പി വീട്ടിൽ ചെന്നു, ബെല്ലടിച്ചു. അപ്പോൾ കിളിവാതിലുകളിൽ ജനൽ തുറന്നിട്ട് AK ആൻ്റണി തന്നെ തലയിട്ട് ചോദിച്ചു, എന്താ എന്ന് ചോദിച്ചു. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. ഓ, തിരുവനന്തപുരത്ത് നേമത്താണ് എൻ്റെ വീട്. ഓ, എന്താ? അല്ല, എനിക്ക് പാർലമെൻറ്റ് കാണാൻ ഒരു പാസ് തരാമോ സാർ? ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കരുണാകരൻ ഗ്രൂപ്പിൻ്റെ ആളാണ്. അതൊന്നും ആൻ്റണിക്കറിയില്ല. എടുത്ത വായിൽ AK ആൻ്റണി പറഞ്ഞത്, പാർലമെൻറ്റ് ആക്രമണവും തീവ്രവാദ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് തോക്കിൻ മുന്നിൽ നിൽക്കുന്ന സമയമാണ് ഡൽഹി, പെട്ടെന്ന് തിരുവനന്തപുരം പിടിക്കും എന്ന് പറഞ്ഞു വിട്ട് പാസ് കൊടുത്തില്ല. അപ്പം അങ്ങനെ ഉള്ളിടത്ത് ഒരു പാസ് കിട്ടുമോ എന്ന് ശ്യാമിനെ വിളിച്ച് ചോദിക്കുന്നു. അപ്പോൾ ശ്യാം പറഞ്ഞു, അല്പം കഴിയുമ്പോൾ നിങ്ങളെ ഒരു രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ ഒരാൾ വിളിക്കും. UK സെറ്റിൽഡായ ആളാണ്, അദ്ദേഹം വിളിക്കും, ബാക്കി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തരുമെന്ന് പറഞ്ഞു. അല്പം കഴിയുമ്പോൾ UK നിന്ന് രാജേഷ് കൃഷ്ണ വിളിക്കുന്നത്. എന്തിനാണ് ഈ രാജേഷ് കൃഷ്ണയൊക്കെ ഈ ജോലിക്ക് പോകണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കിടന്ന് അനുഭവിക്കുന്നത്. രാജേഷ് കൃഷ്ണൻ വിളിച്ചു, നിങ്ങൾക്ക് പാസിന് വേണ്ട റെക്കോർഡുകൾ, അതായത് ആധാർ, പാൻ, എന്തൊക്കെ വേണം അതൊക്കെ റെഡിയാക്കി വെക്കാൻ പറയുന്നു. അല്പം കഴിയുമ്പോൾ അന്ന് PK ബിജു MP ആണ്, ആലത്തൂരിൽ നിന്ന് ജയിച്ച PK ബിജു. അപ്പോൾ MPയുടെ PA വിളിക്കും എന്ന് പറഞ്ഞിരുന്നു. PA വിളിച്ചു, അയാൾ പാസ് ഇഷ്യൂ ചെയ്തു. ഇന്നസെൻറ്റിൻ്റെ പാസ്സാണ് ഇഷ്യൂ ചെയ്തത്. ഇന്നസെൻ്റ് അപ്പോൾ MP ആണ്. PK ബിജു ഒപ്പിട്ട് വെച്ചിട്ട് പോയ പാസ് തീർന്നുപോയി. അതുകൊണ്ട് ഇന്നസെൻറ്റിൻ്റെ പാസ് വാങ്ങി ഇവർക്ക് കൊടുത്ത് ഒരു പാർലമെൻ്റ് എല്ലാം കണ്ടിട്ട് പോന്നു. അവിടെ തീരണം ഈ പ്രശ്നം. ഭാര്യ ചെയ്യാൻ പോകുന്ന പടത്തിന് ചേംബറിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ സമയത്തിന് അത് രജിസ്റ്റർ ചെയ്ത് കിട്ടുന്നില്ല. ആൻഡോ ജോസഫാണ് അന്ന് നേതാവെന്ന് ഇയാൾ പറയുന്നു. ഭാര്യയ്ക്ക് ഡിപ്രഷൻ, ഇത് റെഡിയായി കിട്ടാത്തതുണ്ട്. വീണ്ടും ഈ ഭർത്താവ് ഷർഷാദ് ശ്യാമിനെ വിളിക്കുന്നു. അപ്പോൾ ശ്യാം പറയുന്നു, അത് ഞാൻ ഇടപെടുന്നതിനേക്കാൾ നല്ലത് രാജേഷ് കൃഷ്ണ ഇടപെടുന്നതായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ പറയാം എന്ന് പറഞ്ഞു. അതാ നല്ലത് എന്ന് ശ്യാം പറയുന്നു. രാജേഷ് കൃഷ്ണ ഇടപെട്ടു. ആൻഡോ ജോസഫ് 4 ദിവസത്തിനുള്ളിൽ തന്നെ ബാനറും ടൈറ്റിലും ഒക്കെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. അതിന് ഇയാൾ ഈ അർഷദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രാജേഷ് കൃഷ്ണ സിനിമ എടുക്കാനായിട്ട് ആൻഡോയ്ക്ക് പണം കൊടുക്കുമത്രേ. ഒരു വലിയ രഹസ്യം കണ്ടുപിടിച്ചാലാണ് പറഞ്ഞത്. ആൻഡോയ്ക്ക് സാമ്പത്തികമായി ആവശ്യം വരുമ്പോൾ കാശ് കടം കൊടുക്കുന്നത് രാജേഷ് കൃഷ്ണയാണ്. ആ പേടിയിലാണ് ആൻഡോ പെട്ടെന്ന് റെഡിയാക്കി തന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. രാജേഷ് കൃഷ്ണ വേറൊരു കുറ്റം, എറണാകുളത്ത് വന്നാൽ മാരിയറ്റ്, ക്രൗൺ പ്ലാസ, ഹോളിഡേ ഇൻ മുതലായ 10-12,000 രൂപയ്ക്ക് മേളിൽ വാടകയുള്ള ഹോട്ടലുകളിലേ താമസിക്കൂ. അതാണ് ഈ ഷർഷാദ് കണ്ടുപിടിച്ച പുതിയ കുറ്റം. അയാൾ ഇഷ്ടമുള്ളിടത്ത് താമസിക്കുന്നത് ഇയാൾക്ക് എന്താന്നേ? ഇയാളോട് ആ ക്രൗൺ പ്ലാസിൽ താമസിച്ചിട്ട് ബില്ലടച്ചരെ എന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷേ ഇയാൾ പറയുന്നത് അങ്ങനെയൊക്കെയുള്ള ഹോട്ടലിലൊക്കെ താമസിക്കാൻ ഇയാൾക്ക് എവിടെ നിന്ന് വരുമാനം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവതാരകൻ, ഓ അത് ശരി, അവിടേക്കാണോ താമസിക്കുന്നതെന്ന് അവതാരകനും ക്യൂരിയോസിറ്റി. പിന്നെ ശ്രീരാമകൃഷ്ണൻ, PK ബിജു, ബാലഗോപാൽ, നമ്മുടെ ഇപ്പോഴത്തെ ധനകാര്യ ഉപമന്ത്രി ബാലഗോപാൽ, തോമസ് ഐസക്, പിന്നെ AR റഹീം, ഇവരൊക്കെയാണ് രാജേഷ് കൃഷ്ണയുടെ സുഹൃത്തുക്കൾ എന്നുള്ളതാണ് അടുത്ത കുറ്റം. ഇവരുടെ ആരുടെയും അയാൾ കൂട്ടുകൂടാൻ പാടില്ലായിരുന്നു. ഇവരൊക്കെയാണ് അയാളുടെ സുഹൃത്തുക്കളെന്നാണ് ഈ ഷർഷാദ് പറയുന്നത്. അപ്പോൾ അവതാരകന് ഒരു സംശയം. അപ്പോഴാണ് ഒരു സംശയം, ഈ രാജേഷ് കൃഷ്ണ UK ബേസ്ഡ് അല്ലേ എന്ന് ചോദിക്കുന്നു. അതെ. രസം എന്താണെന്ന് വെച്ചാൽ UK എയർപോർട്ടിൽ വെച്ച് ഈ അവതാരകനെ അടിക്കുകയോ പിടിച്ചുകൊള്ളുകയോ എന്തൊക്കെ ചെയ്തല്ലോ. ഭയങ്കര വിഷ്വലായില്ലേ? നീ പിണറായിയെ ചീത്ത പറയോടാ മറ്റവനെ എന്നൊക്കെ ചോദിച്ചാൽ അടിച്ചില്ലേ? അതാണോ എന്ന് അപ്പം ചോദിക്കുന്നു. കള്ളമാണ്, അഭിനയമാണ്. കാരണം ഇതെല്ലാം ഇവർ നേരത്തെ സംസാരിച്ച ശേഷമാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ ആ പ്രോഗ്രാം കണ്ടു നോക്കൂ. അതിൽ പറയുന്നത്, നമ്മൾ ആ കൊല്ലത്തൊരു കമ്പനി നമ്മൾ ഒതുക്കിയില്ലേ,
താങ്കളുടെ ചാനൽ വഴി ഒതുക്കിയില്ലെന്ന് ഈ ഷർഷാദ് ചോദിക്കുന്നു. അപ്പോൾ അവതാരക ഇരുന്ന് പരുങ്ങുന്നു. കാരണം ഒരു പരിചയമില്ലാത്ത ഒരാൾ എന്നെ കാണാൻ വന്നതെന്നല്ലേ പറഞ്ഞേ. ഇവരെല്ലാം പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നതാണെന്ന്, ഇതെല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൽ ചെയ്യുന്നതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ കാണാൻ ഒരാൾ വന്നു, അയാൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കുടുംബ പ്രശ്നമല്ലേ, ഞാനെന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞൊഴിഞ്ഞളഞ്ഞു. ആര്? മമ്മൂട്ടി. അപ്പോൾ അവതാരകൻ ഇങ്ങനെ എന്താ പറയുക, ഇൻട്രോയിൽ പറഞ്ഞതാണ് ഞാൻ ഈ പറയുന്നത്. എന്നെ കാണാനായിട്ട് ഒരാൾ വന്നു, ഒരു പരിചയമില്ല പുള്ളിക്ക്. വന്നിട്ട് അയാൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇത് കുടുംബ പ്രശ്നമല്ലേ, ഞാനെന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞൊഴിഞ്ഞു. പക്ഷെ നടന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ 3 എപ്പിസോഡ് ശ്രദ്ധയോടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടു നോക്കൂ. ഇവർ ആസൂത്രണം ചെയ്ത് തയ്യാറാക്കിയ പ്രോഗ്രാമാണെന്ന് അല്പബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. കൊല്ലത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊല്ലത്ത് നിങ്ങൾ പൂട്ടിച്ച മറ്റേ കമ്പനിയില്ലേ എന്നതടക്കം ഷർഷാദ് അവതാരകനെ ഓർമ്മിപ്പിക്കുന്ന നിരവധി സംഭാഷണങ്ങൾ നിങ്ങൾക്കത് കാണാം. ബുദ്ധിമാനായതിനാൽ എടാ മണ്ട അതൊന്നും വിളമ്പാതെ എന്ന മട്ടിൽ വിഷയം മാറ്റിയാണ് അവതാരകൻ പോകുന്നത്. ഇനി കഥയിലേക്ക് വരാം. ഇയാൾ ഹോൾസെയിലായിട്ട് ചൈനയിൽ നിന്ന് ഈ വീടുകളൊക്കെ, ഭവന നിർമ്മാണത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ഇറക്കുക, ടൺ കണക്കിന് സിമൻറ്റുകൾ ഇറക്കി ആളുകൾക്ക് കൊടുക്കുക, ഇതൊക്കെയായിരുന്നു ജോലി. പക്ഷേ അത് എവിടെയോ വെച്ച് ഈ കൊറോണ കാലത്ത് പൊളിഞ്ഞു. അങ്ങനെ ഭാര്യയുടെ വസ്തുവകകൾ വെച്ചാണ് ബാങ്കിൽ നിന്ന് ഓഡിയോ എന്തോ എടുത്തിരുന്നത്. അത് കൃത്യമായി അടയ്ക്കാത്തതുകൊണ്ട് ബാങ്കുകാർ ഈ വസ്തുവിലൊക്കെ കൊണ്ടുവന്ന് പേപ്പർ ഒട്ടിച്ചു. 4-5 കോടി രൂപയുടെ ഭാര്യയുടെ വസ്തുക്കളിലാണ് കൊണ്ടുവന്ന് പേപ്പർ ഒട്ടിച്ചത്. ശ്യാമിനെ ഒഴിവാക്കി. ഗോവിന്ദമാഷിൻ്റെ മോൻ വേണ്ട, ഇനി നേരെ രാജേഷ് കൃഷ്ണയെ വിളിക്കുന്നു. ഷർഷാദ് എന്നെ വിളിക്കുന്നു. രാജേഷ് കൃഷ്ണ ഐസക് തോമസിനെ വിളിച്ച് ജപ്തി നടപടികൾ വയ്പ്പിച്ചു കൊടുത്തു. ഈ ഇൻ്റർവ്യൂവിൽ തന്നെ അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഷർഷാദിൻ്റെ ഫ്ലാറ്റിൽ വന്ന് 3 ദിവസം, കൊറോണ കാലത്ത് 3 ദിവസം അയാളുള്ളപ്പോൾ തന്നെ വന്ന് ഈ രാജേഷ് കൃഷ്ണ വന്ന് താമസിച്ചു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഭാര്യ പറയുന്നു, UK സ്റ്റുഡിയോ കാണാനായിട്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവരൊറ്റയ്ക്ക് പോയിട്ട് രാജേഷും ഭാര്യയും മക്കളും താമസിക്കുന്ന ഫ്ലാറ്റിൽ അവരോടൊപ്പം താമസിച്ചു. എന്നിട്ട് UK നിന്ന് ആദ്യം രാജേഷ് കൃഷ്ണ പോന്നു, പിന്നാലെ 2-3 ദിവസം കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഭാര്യയും പോന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഈ ഷർഷാദിൻ്റെ ഭാര്യ രത്നയുടെ പുഴു നിർമ്മിച്ചത് മമ്മൂട്ടിയുടെ PA ജോർജാണല്ലോ. അപ്പോൾ ജോർജിന് സിനിമ ചെയ്യാനുള്ള കാശ് കടം കൊടുത്തതും രാജേഷ് കൃഷ്ണയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതൊക്കെ വലിയ കുഴപ്പമെന്നാണ് ഈ അദ്ദേഹം പറയുന്നത്. രാജേഷിനെ സൂക്ഷിക്കണമെന്ന് ഞാൻ മമ്മൂട്ടിക്ക് മെസ്സേജ് അയച്ചു. അവിടെയൊക്കെയാണ് പാരപണിയെന്ന് നോക്കിക്കോളൂ. മമ്മൂട്ടിയെ പോലെ ഒരാളിന് ഇയാൾ മെസ്സേജ് അയക്കേണ്ട വല്ല കാര്യമുണ്ട്? ഫാമിലി പ്രശ്നം പറഞ്ഞപ്പോൾ മമ്മൂട്ടി സംസാരിക്കാതെ ഒഴിഞ്ഞു മാറി. ഭാര്യ എനിക്കെതിരെ ഡൊമസ്റ്റിക് വയലേഷൻ കേസ് കൊടുത്തു. രാജേഷിനൊപ്പം എൻ്റെ ഭാര്യ മാറി. ഒരു ഫിലിം കമ്പനി തുടങ്ങി. 90% ഷെയർ ഭാര്യയ്ക്ക്. ഷർഷാദ് എന്ന് പറഞ്ഞ ഭർത്താവിന് ചുമ്മാ വെറുതെ ഒരു ഡയറക്ടർ ബോർഡിൽ മെമ്പറാക്കി. കാശ് മുഴുവൻ മുടക്കിയത് രാജേഷ് കൃഷ്ണയാണ്. റഫീന ഷർഷാദ് എന്ന പേര് രജീന എന്ന് പറഞ്ഞാൽ അവർ മാറ്റി. ഭർത്താവിൻ്റെ പേര് എന്തിനാണ് ചുമക്കണമെന്ന് പറഞ്ഞാൽ അവർ മാറ്റി. കാരണം അവർക്ക് ആവശ്യമില്ലാതായി തുടങ്ങി. അതാണ് പ്രശ്നം. പുഴു റിലീസ് സമയത്ത് കൊടുത്ത അഭിമുഖത്തിൽ റദീന കുടുംബത്തെപ്പറ്റി ഒരക്ഷരം മിണ്ടിയില്ല. എൻ്റെ ഭർത്താവ് ഇന്ന ആളാണെന്നോ എൻ്റെ മക്കൾ ഇന്ന ആളുകളാണെന്നോ ഒന്നും പറഞ്ഞില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മനോരമ ലേഖകനാണ് അഭിമുഖം കൊടുത്തത്. ഫാമിലിയെ പറ്റി ഒരക്ഷരം ചോദിക്കാതെ എന്താണ് നിങ്ങൾ ചോദിക്കാത്തത് എന്ന് ഇദ്ദേഹം വിളിച്ച് മനോരമ ലേഖകനോട് ചോദിച്ചു. ഈ ഷർഷാദ് ആൾ ജപ്പാനാണ്. മനോരമയുടെ ആ അഭിമുഖം നടത്തിയ ആളിൻ്റെ നമ്പർ തപ്പിയെടുത്ത് അയാളെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എൻ്റെ ഭാര്യയുടെ ഇൻ്റർവ്യൂ എടുത്തപ്പോഴേ അവരുടെ ഫാമിലിയെക്കുറിച്ച് ചോദിക്കാത്തത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഫാമിലിയെ പറ്റി ഒരക്ഷരം ചോദിക്കരുതെന്ന് തുടക്കത്തിലെ തന്നെ റത്തിന പറഞ്ഞു. മുസ്ലിം സമുദായത്തിലെ കുല എന്ന് പറയുന്ന ഒരു ഇടപാട് എനിക്ക് ഈ അഭിമുഖം കണ്ടപ്പോഴാണ് അത് മനസ്സിലായത്. കുല എന്ന് പറയുന്നത് ഇപ്പോൾ ആണ് പെണ്ണിനെ മൊഴി ചൊല്ലുന്നില്ലേ, അതുപോലെ സ്ത്രീകൾ ആണിനെ മൊഴി ചൊല്ലുന്നതാണ് കുല എന്ന് പറയുന്നത്. സ്ത്രീകൾ മൊഴി ചൊല്ലുന്നത് അത് വെച്ചിട്ട് ആ കുല വച്ചിട്ട് ഇദ്ദേഹത്തെ ഭാര്യ മൊഴി ചൊല്ലി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവർ കോടതിയിൽ നിന്നൊരു ഉത്തരവ് വാങ്ങിച്ചു. ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലോ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ ഇദ്ദേഹം വരാൻ പാടില്ല, എന്നെയോ കുട്ടികളെയോ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എന്തോ കോടതി വിധി വാങ്ങി. ആ ഫ്ലാറ്റിൽ കയറി അദ്ദേഹത്തിന് ആവശ്യമുള്ള റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. കയറാൻ പാടില്ല എന്ന് കോടതി ഉത്തരവുള്ളതിനാൽ പോലീസ് കേസെടുത്തു. എടുക്കാൻ പാടില്ല, കോടതി അലക്ഷ്യമാണ്, പക്ഷേ കേസെടുത്തതാണ് പ്രശ്നം. P. ശശി പറഞ്ഞിട്ടാണ് കേസെടുത്തതെന്നാണ് പറയുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെട്ടതുകൊണ്ടാണ് അല്ലെങ്കിലും കേസെടുക്കും, അല്ലെങ്കിൽ കോടതി ലക്ഷ്യമാവില്ലേ. കോടതി പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ ഭാര്യയും കുട്ടികളും ഉള്ള ഫ്ലാറ്റിലോ അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ പോകരുതെന്ന് കോടതി ഉത്തരവിട്ടാൽ അവിടെ ഫ്ലാറ്റിൽ അതിക്രമിച്ച് കയറി
അയാൾക്ക് എടുക്കേണ്ടതെല്ലാം എടുത്തുകൊണ്ട് പോയപ്പം പോലീസ് കേസെടുത്തത് പി ശശി പറഞ്ഞിട്ടാണെന്ന് അദ്ദേഹം പറയുന്നത്. ഗോവിന്ദൻ മാഷ് UK പോയപ്പോൾ ഇവൻ്റെ വീട്ടിലാണ് താമസിച്ചത്. അവൻ എന്നൊക്കെയാണ് ഈ അവതാരകനും ഈ വർത്തമാനം പറയുന്ന ഷർസാദും പറയുന്നത്. അപ്പോൾ ഗോവിന്ദൻ മാഷ് UK പോയപ്പോൾ ഈ പറയുന്ന ഈ സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് അവൻ തന്നെ ആ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടു. അപ്പോൾ രഹസ്യമല്ലല്ലോ, അയാൾ ഫോട്ടോ ഇട്ടു, എൻ്റെ വീട്ടിൽ വന്നു രാജേഷ് കൃഷ്ണ, അയാൾ ഗോവിന്ദൻ മാഷിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടതാണ് വലിയ അബദ്ധം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഞാൻ ED പരാതി കൊടുത്തിട്ട് ED അന്വേഷിക്കുന്നില്ല, അതാണ് പ്രശ്നം. കേരളത്തിൽ പി ശശിയാണ് എല്ലാം ഒതുക്കുന്നത്, കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഇയാളുടെ കേസ് എടുക്കുന്നില്ല എന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ ED ഈ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പരാതി കൊടുത്തിട്ട് ED അന്വേഷിക്കുന്നില്ല. ഭാര്യയില്ലാതെ ഞാൻ മക്കളെയും കൂട്ടി കാശ്മീരിന് പോയി. കോടതി ഇലക്ഷൻ കിടക്കുമ്പോഴാണ് ഭാര്യ അറിയാതെ അല്ലെങ്കിൽ ഭാര്യയെ കൂട്ടാതെ മക്കളെയും കൊണ്ട് ഞാൻ കാശ്മീരിൽ പോയി. അവൾ കേസ് കൊടുത്തു, കോടതിയെ സ്വാധീനിച്ചു, ജഡ്ജിയെ സ്വാധീനിച്ചു എന്നാണ് പറയണത്. കുട്ടികളെ കോടതി ഭാര്യയ്ക്ക് കൊടുത്തു, ഒരു ബന്ധവും പാടില്ല എന്ന് കോടതി വിധിച്ചു. സ്വാധീനിച്ചതാ, ഹൈക്കോടതി ജഡ്ജിയെ സ്വാധീനിച്ച്. ആര്? ഒന്നിൽ ഈ രാജേഷ് കൃഷ്ണ അല്ലെങ്കിൽ റദീന. സിനിമയിൽ 15 വർഷം പ്രവർത്തിച്ച ആളാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ. സമുദായത്തിന് പറ്റിയതല്ല സിനിമ എന്ന് 15 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത്. മമ്മൂട്ടിക്ക് വ്യക്തമായ ഇടപാട് ഇതിലുണ്ടെന്ന് വ്യക്തമായ തെളിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശങ്കരാടി പറഞ്ഞ പോലെ രേഖയുണ്ട്, മനസ്സിലായില്ലേ? മമ്മൂട്ടിക്ക് വ്യക്തമായ ഇടപാട് ഇതിലുണ്ടെന്ന് വ്യക്തമായ തെളിവ് കിട്ടിയിട്ടുണ്ട്. മമ്മൂട്ടി എന്തിനാണ് നിശബ്ദത പാലിക്കുന്നത്? അതാണ് തെളിവ്. ഞാൻ എന്തൊക്കെ മെസ്സേജുകൾ അയച്ചിട്ട് അയാൾ മറുപടി പറയുന്നില്ല. ഈ നിശബ്ദത എന്തിന് പാലിപ്പിക്കുന്നു? വാട്സാപ്പിൽ എനിക്ക് മറുപടി തരുന്നില്ല. പിന്നെ മമ്മൂട്ടിക്ക് ഈ 74 വയസ്സുള്ള മനുഷ്യന് ഇയാളെപ്പോലുള്ളവന് മറുപടി അയക്കലല്ലേ ജോലി. സിനിമയിൽ കുടുംബ പ്രശ്നം വന്നാൽ 2 കൂട്ടരെയും വിളിച്ച് സംസാരിക്കുന്ന ആളാണ് മമ്മൂട്ടി. എൻ്റെ കാര്യത്തിൽ മൗനം പാലിക്കുന്നു. ഞാൻ അന്വേഷിക്കുകയാണ്. എൻ്റെ മുൻ ഭാര്യയ്ക്കും രാജേഷിനും മമ്മൂട്ടിയുമായുള്ള ബന്ധം ഞാൻ കണ്ടെത്തണം. കാരണം ഇദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നുണ്ട്. ആ പുസ്തകത്തിൽ ഈ കണ്ടെത്തലെല്ലാം വരുമെന്നാണ് അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നത്. അതിൽ മമ്മൂട്ടി സൈലൻ്റ് ആയതിൻ്റെ കാരണം, മമ്മൂട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ് 2 ഭാഗം കേൾക്കാൻ തയ്യാറാകാത്തത്. അതായത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും വഴക്കിൽ 2 ഭാഗം അയാൾ കേട്ടില്ലെന്നാണ് പറയുന്നത്. സ്വന്തം സമുദായത്തിൽപ്പെട്ട ഫാമിലിയാണ്, മുസ്ലിമല്ലേ, ആ നിലയ്ക്കെങ്കിലും മമ്മൂട്ടി ഇടപെടണമെന്നാണ് പറഞ്ഞത്. ഇയാളൊരു മുസ്ലിം തീവ്രവാദിയാണെന്ന് പറയുന്നവന്മാർ ഇതെങ്കിലും കേൾക്കണ്ടേ? ഷർസാദ് പറയാണ്, സ്വന്തം സമുദായത്തിൽപ്പെട്ട ഫാമിലി ആയിട്ട് പോലും മമ്മൂട്ടി ഇടപെട്ടില്ല. മമ്മൂട്ടിയുടെ സിനിമ പിടിക്കാൻ വന്നത് കാരണം എൻ്റെ കുടുംബം തകർന്നു. അയാൾ മറുപടി പറയണം. ഇതുവരെ എനിക്ക് ഒരു എവിഡൻസും കിട്ടിയിട്ടില്ല മമ്മൂട്ടി ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളതിനുള്ള ഒരു തെളിവും പുള്ളിയിലില്ല. പക്ഷേ ഞാൻ പുസ്തകം എഴുതുമ്പോൾ ഇതെല്ലാം ഞാൻ എഴുതും. അയാൾ മറുപടി പറയണമെന്നാണ് പറഞ്ഞത്. ആര്? മമ്മൂക്കാന്നൊക്കെ വിളിച്ചോണ്ടിരുന്നിട്ട് പറയാ. അയാൾ മറ്റേ പയലെന്ന് പറയാത്ത നന്നായി, മമ്മൂട്ടിയെ പറയാണ്. അയാൾ മറുപടി പറയണം. ഞാൻ അതിൻ്റെ പണിയിലാണ്. രതീനയുടെ ഒരു സുഹൃത്ത് അമേരിക്കയിലുണ്ട്, ഒരു ലേഡി. അവരും ഈ ഇഷ്യൂവിൽ പെട്ടിട്ടുണ്ട്. കൂടെ പഠിച്ച പെണ്ണാണ്. അവൾക്ക് മമ്മൂട്ടിയെ നല്ല പരിചയമാണ്. അതിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അത് മമ്മൂട്ടിയെ നല്ല പരിചയമാണെന്നുള്ളതിൻ്റെ ഒരു മണം വരുന്നു എന്നാണ് അയാൾ പറയുന്നത്. കൂടുതൽ അന്വേഷണം നടക്കുന്നു. ഞാൻ ബുക്കിൽ എഴുതാം. മക്കളെയും കൊണ്ട് ഞാൻ കാശ്മീരിൽ പോയത് കേസാക്കി. മമ്മൂട്ടി ശുപാർശ ചെയ്ത വനിതാ വക്കീൽ മമ്മൂട്ടി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കേസെടുത്തത്. രാജേഷ് കൃഷ്ണ ലോൺ ക്ലോസ് ചെയ്ത് വസ്തുക്കൾ എഴുതി വാങ്ങി. പിന്നെ ഞാനിപ്പോൾ ഒരു 5 കോടി രൂപ കടം തീർക്കാൻ കൊടുത്തെങ്കിൽ ഞാൻ അതിന് പകരം നിൻ്റെ ആ വസ്തു എനിക്ക് എഴുതാമെന്ന് പറയില്ലേ? റദീനരിന്ന് ആ ബാങ്കിൽ ഇയാളെടുത്ത ഷർസാദ് എടുത്ത കോടികൾ രാജേഷ് കൃഷ്ണ അടച്ചിട്ട് രാജേഷ് കൃഷ്ണ ഈ പറയുന്ന രതീനയുടെ വസ്തു എഴുതി വാങ്ങിയെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിൽ നിനക്കെന്ത് കാര്യം എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നതെന്നാണ് അയാൾ പറയുന്നത്. നിയമസഭയിൽ KK രമയ്ക്ക് ഗോവിന്ദൻ മാഷ് മറുപടി പറയുന്നത് ഈ രാജേഷ് കൃഷ്ണ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. എന്തൊക്കെ പറയുന്നു നിങ്ങൾ ആലോചിച്ചു. KK രമ എന്തോ പറഞ്ഞപ്പോൾ അതിന് മറുപടി MLA ആയ, അല്ലെങ്കിൽ അന്ന് മന്ത്രിയായിരുന്നപ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ടോ, ഗോവിന്ദൻ മാഷ് മറുപടി പറഞ്ഞു. ആ വീഡിയോ എടുത്ത് സഭാ TV നോക്കി കിട്ടുമല്ലോ, അതെടുത്ത് ഫേസ്ബുക്കിൽ രാജേഷ് കൃഷ്ണ പോസ്റ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മമ്മൂട്ടിയുടെ 5 വർഷത്തെ സിനിമയുടെ സംവിധായകർ ആര്, നിർമ്മാതാക്കൾ ആര്, മോഹൻലാലിനെ സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കുന്നു, അതിൻ്റെ പുറകിലാര്, ഇതൊക്കെ അന്വേഷിക്കണമെന്നാണ് പുള്ളി പറയുന്നത്. മമ്മൂട്ടി കഴിഞ്ഞ 5 വർഷക്കാലം അഭിനയിച്ച സിനിമകളുടെ സംവിധായകൻ ആര്, നിർമ്മാതാക്കൾ ആര് എന്ന് പരിശോധിക്കണമെന്നാണ് വിശാലഹൃദയനായ അഖിലേന്ത്യാ മുസ്ലിം, നമ്മുടെ അഖിലേന്ത്യാ മുസ്ലിങ്ങൾ വേറെയുണ്ടല്ലോ, ഷസാദ് പറയുന്നത്. എന്നാൽ അതൊന്നും നോക്കാമെന്ന് എനിക്ക് തോന്നി.
5 വർഷത്തെ എന്ന് പറയുമ്പോൾ 2019 മുതലാണ് ഷഹ്സാദ് പറയുന്നത്. ഞാൻ എന്തായാലും അവിടവും കഴിഞ്ഞു പോയി 2015 മുതൽ 9 വർഷക്കാലത്തെ ലിസ്റ്റ് എടുത്തു നോക്കി. 2015 അദ്ദേഹം ചെയ്തത് അച്ഛാദിൻ എന്ന് പറഞ്ഞ പടമായിരുന്നു. അച്ഛാദിൻ എന്ന് പറഞ്ഞ പടത്തിൽ ദുർഗാപ്രസാദ് എന്നായിരുന്നു ക്യാരക്ടർ. സംവിധാനം ചെയ്തത് ജി മാർത്താണ്ഡനാണ്. അതുപോലെ ഭാസ്കർ ദ റാസ്കൽ, സിദ്ദിഖ്, മുസൽമാനായ സിദ്ദിഖാണ് സംവിധാനം ചെയ്തത്. ഫയർമാൻ എന്ന് പറഞ്ഞ സിനിമയിലെ വിജയ് എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തത് സംവിധാനം ദീപു കരുണാകരനാണ്. വർഷം എന്ന് പറഞ്ഞ പടം ക്യാമറാമാൻ വേണുവാണ് സംവിധാനം ചെയ്തത്. വേണു എന്നായിരുന്നു ക്യാരക്ടറിൻ്റെ പേര്. രഞ്ജിത്ത് ശങ്കർ ആയിരുന്നു സംവിധായകൻ. രാജാതി രാജ എന്ന് പറഞ്ഞ പടത്തിൽ അജയ് വാസുദേവ് ആയിരുന്നു സംവിധായകൻ. മുന്നറിയിപ്പ് എന്ന് പറഞ്ഞ പടത്തിൽ CK രാഘവൻ എന്നുള്ള വേഷം ചെയ്തു. ക്യാമറാമാൻ വേണു ആയിരുന്നു സംവിധായകൻ. മംഗ്ലീഷ് എന്ന് പറയുന്ന പടം മാലിക് ഫായ് എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ ചെയ്തു. സലിം ബാപ്പു എന്ന് പറഞ്ഞൊരു മുസ്ലിമായിരുന്നു സംവിധായകൻ. 2016 വൈറ്റ് എന്ന് പറഞ്ഞ പ്രകാശ് റോയ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തു. വൈറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ ഉദയ് അനന്തനായിരുന്നു സംവിധായകൻ. കസബ, രാജൻ സക്രിയ എന്ന് പറഞ്ഞ പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചു. നിതിൻ രഞ്ജി പണിക്കറായിരുന്നു സംവിധായകൻ. പുതിയ നിയമം, അതിൽ അഡ്വക്കേറ്റ് ലൂയിസ് പോത്തൻ എന്ന് പറഞ്ഞ വേഷം ചെയ്തു. ആ പടം ചെയ്തത് AK സാജനായിരുന്നു. പത്തേമാരി എന്ന് പറയുന്നതിൽ നാരായണൻ എന്ന് പറഞ്ഞ വേഷം ചെയ്തു. സലീം അഹമ്മദ്, നാഷണൽ അവാർഡ് കിട്ടിയ സലീം അഹമ്മദ് ആയിരുന്നു സംവിധായകൻ. ഉട്ടോപ്പിയിലെ രാജാവ്, CP സ്വതന്ത്രൻ എന്ന് പറഞ്ഞ വേഷം ചെയ്തു. മുസൽമാനായ കമലായിരുന്നു സംവിധായകൻ. 2017 പുള്ളിക്കാര സ്റ്റാറ എന്ന് പറഞ്ഞ പടത്തിൽ രാജകുമാരൻ എന്ന് പറഞ്ഞ വേഷം ചെയ്തു. ശ്യാം ഥർ ആയിരുന്നു സംവിധായകൻ. പുത്തൻ പണം, നിത്യാനന്ദ ഷേണായി എന്നായിരുന്നു ക്യാരക്ടറിൻ്റെ പേര്. രഞ്ജിത്ത്, നമ്മളെ സംവിധായകൻ രഞ്ജിത്തായിരുന്നു സംവിധാനം. ദ ഗ്രേറ്റ് ഫാദർ എന്ന് പറയുന്ന ഡേവിഡ് നൈനാൻ എന്ന് പറഞ്ഞ വേഷം ചെയ്തത് ഹനീഫ് അദേനി ആയിരുന്നു സംവിധാനം. തോപ്പിൽ ജോപ്പൻ, ജോണി ആൻ്റണിയാണ് സംവിധാനം ചെയ്തത്. വൈറ്റ്, പ്രകാശ് റോയ് ആണ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ പേര്. ഉദയൻ അനന്തൻ എന്നുള്ള ആളാണ് സംവിധാനം ചെയ്തത്. 2018 അങ്കിൾ എന്ന് പറഞ്ഞ പടം, ഇതിൽ KK എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു. ഗിരീഷ് ദാമോദറാണ് സംവിധാനം ചെയ്തത്. പരോള് ചെയ്തത് ശരത് സന്ദിത്ത് എന്ന് പറഞ്ഞ ആളായിരുന്നു. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ പടത്തിൽ പ്രജേഷ് സെൻ ആയിരുന്നു സംവിധായകൻ. സ്ട്രീറ്റ് ലൈറ്റ്, CI ജെയിംസ് എന്ന് പറഞ്ഞ വേഷം ചെയ്തു. ഫവാസ് മുഹമ്മദ് ആയിരുന്നു സംവിധാനം. മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ ആൻ്റണി IPS എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തു. അജയ് വാസുദേവ് ആയിരുന്നു സംവിധാനം. 2019 18-ാം പടി, ജോൺ എബ്രഹാം പാലക്കൽ എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു. ശങ്കർ രാമകൃഷ്ണനായിരുന്നു സംവിധാനം. ഉണ്ട, SI മണികണ്ഠൻ എന്ന് പറഞ്ഞ വേഷമായിരുന്നു. ഖാലിദ് റഹ്മാൻ ആയിരുന്നു സംവിധാനം. മധുരരാജ വൈശാഖിൻ്റെ ആയിരുന്നു. 2020 ഷൈലോക്ക്, അജയ് വാസുദേവാണ് സംവിധാനം ചെയ്തത്. മാമാങ്കം, M പത്മകുമാറാണ് സംവിധാനം ചെയ്തത്. ഗാനഗന്ധർവൻ, കലാസദൻ ഉല്ലാസായിട്ട് അഭിനയിച്ചത് സംവിധാനം ചെയ്തത് രമേഷ് പിഷാരടി ആയിരുന്നു. 2021 വൺ, കടക്കൽ ചന്ദ്രൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ചു. സന്തോഷ് വിശ്വനാഥായിരുന്നു സംവിധാനം. ദ പ്രീസ്റ്റ്, ഫാദർ കാർമൽ ബെനഡിക്റ്റ് എന്ന് പറഞ്ഞ വേഷമായിരുന്നു. ജോഫ്രിൻ T ചാക്കോ ആയിരുന്നു സംവിധാനം. 2022 കുട്ടൻ എന്ന് പറഞ്ഞ പുഴുവിലെ ക്യാരക്ടർ ചെയ്തു. രതീനയായിരുന്നു സംവിധാനം. ഭീഷ്മപർവം ചെയ്തു. മൈക്കിൾ എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു. അമൽ നീരജ് ആയിരുന്നു. അപ്പോൾ ഈ വായനക്കാർ അതിൻ്റെ പ്രോഗ്രാം കണ്ടതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന ലിസ്റ്റിൽ ഈ അമൽ നീരജിനെ എഴുതിയിരിക്കുന്ന മുസൽമാൻ എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. ഇയാൾ മുസ്ലിം എന്നാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഓമനക്കുട്ട സാറിൻ്റെ മോനാണെന്ന് പോലും അറിയാത്തവന്മാരാണ് ഇതിൻ്റെ താഴെ വന്ന് എഴുതുന്നത്. പോട്ടെ. 2023 കാതൽ ദ കോർ എന്ന് പറഞ്ഞ പടം ചെയ്തു. മാത്യു ദേവസി എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു. ജിയോ ബേബി ആയിരുന്നു സംവിധാനം. ക്രിസ്റ്റഫർ B ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത പടം. നൻപകൽ നേരത്ത് മയക്കം, ജെയിംസ് സുന്ദരം ഇരട്ട വേഷമായിരുന്നല്ലോ. ലിജോ ജോസ് പല്ലിശ്ശേരി ആയിരുന്നു. റോഷാക്ക്, ലൂക്ക് ആൻ്റണി എന്ന് പറഞ്ഞ വേഷമായിരുന്നു. നിഷാം ബഷീർ ആയിരുന്നു സംവിധാനം. CBI 5 ദ ബ്രെയിൻ എന്ന് പറഞ്ഞ അതിലെ സേതുരാമയ്യർ, K മധു ആയിരുന്നു. 2024 കൊടുമൺ പോറ്റിയാറ്റ് പ്രമേയുഗത്തിൽ വന്നു. രാഹുൽ സദാശിവനായിരുന്നു സംവിധാനം. കണ്ണൂർ സ്ക്വാഡ്, ASI ജോർജ് മാർട്ടിൻ എന്നുള്ള വേഷമായിരുന്നു. റോബി വർഗീസ് രാജായിരുന്നു സംവിധാനം. അടുത്ത് വരാൻ പോകുന്ന ടെർബോ ചെയ്യുന്നത് വിശാഖാണ്. അതിൻ്റെ പിന്നാലെ വരുന്ന ബസൂക്ക എന്ന് പറയുന്നത് ഡിനോ ഡെന്നീസാണ്. ഇതിലെവിടെയാണ് ഈ ഷഹ്സാദ് പറയുന്ന മുസ്ലിം തീവ്രവാദികൾ? ഈ സിനിമയുടെയൊക്കെ ലിസ്റ്റ് നോക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത്, അല്പം കൂടി നമുക്ക് പുറകിലേക്ക് പോകാം. 1971 സേതുമാധവ സാറിൻ്റെ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറഞ്ഞ പടത്തിൽ ക്യാമറയുടെ മുന്നിൽ ആദ്യമായിട്ട് മമ്മൂട്ടി നിന്നത്. 1973 K നാരായണൻ എന്ന് പറഞ്ഞ എഡിറ്റർ സംവിധാനം ചെയ്ത കാലചക്രത്തിൽ അഭിനയിച്ചു. 1979 MT വാസുദേവൻ നായർ എഴുതി സംവിധാനം ചെയ്ത ദേവലോകത്തിൽ അഭിനയിച്ചു. പക്ഷേ പുറത്തു വന്നില്ല. 1980 ആസാദ് സംവിധാനം ചെയ്ത പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, തീവ്രവാദ സംഘടനയിൽ നിന്ന് വന്നതല്ല, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സംവിധാനം പഠിച്ചിറങ്ങിയ ആസാദ് സംവിധാനം ചെയ്ത് MT തിരക്കഥ എഴുതിയ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, മാധവൻകുട്ടി എന്ന് പറഞ്ഞ വേഷം ചെയ്തു. അതോടെയാണല്ലോ മമ്മൂട്ടി മലയാള സിനിമയിലേക്ക് എൻട്രി ആവുന്നത്. 1981 അഹിംസ,
തൃഷ്ണ രണ്ടും ഐ വി ശശിയുടെ പടമായിരുന്നു. ഒരു തിര പിന്നെയും തിര പി ജി വിശ്വംഭരനായിരുന്നു. സ്ഫോടനം പി ജി വിശ്വംഭരനായിരുന്നു. ഊതിക്കച്ചിപ്പന് പി കെ ജോസഫായിരുന്നു. മുന്നേറ്റം ശ്രീകുമാരൻ തമ്പിയായിരുന്നു. 1982 എന്തിനോ പൂക്കുന്ന പൂക്കൾ ഗോപിനാഥ് ബാബു, പൂവിരിയും പുലരി പ്രേംകുമാർ, പോസ്റ്റ്മോർട്ടം ശശികുമാർ, ശരവർഷം ബേബി, സിന്ദൂര സന്ധിക്ക് മൗനം തടാകം ഐ വി ശശി, വീട് റഷീദ് കാരാപ്പുഴ, വിധിച്ചതും കൊതിച്ചതും ടി എസ് മോഹൻ, യവനിക കെ ജി ജോർജ്. ഇങ്ങനെ ഞാൻ കുറേ ലിസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിച്ച മുഴുവൻ പടങ്ങളുടെയും പേര് പറഞ്ഞിട്ട് അതിൽ എത്ര മുസൽമാന്മാർ അദ്ദേഹത്തിൻ്റെ സിനിമ നിർമ്മിച്ചു, എത്ര മുസ്ലിം ക്യാരക്ടർ അദ്ദേഹം ചെയ്തു, എത്ര മുസ്ലിം സംവിധായകരുണ്ടായിരുന്നു എന്ന് നിങ്ങൾ നോക്കൂ. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യൂ ഷർഷാദ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന് 3 ദേശീയ അവാർഡും 9 സ്റ്റേറ്റ് അവാർഡും 11 ഫിലിം ക്രിറ്റിക്സ് അവാർഡും 13 ഫിലിം ഫെയർ അവാർഡും കിട്ടി. നാഷണൽ അവാർഡ് കിട്ടിയ പടങ്ങൾ നിങ്ങൾ നോക്കൂ. 1990 ഒരു വടക്കം വീരഗാഥയും മതിലുകളും, ഹരിഹര സാറും അടൂർ ഗോപാലകൃഷ്ണൻ സാറും സംവിധാനം ചെയ്ത 2 സിനിമ. 1994 അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ വിധേയനും ടി വി ചന്ദ്രൻ്റെ പൊന്തന്മാടയും. 1997 ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ. ഇതിലേത് മുസ്ലിം തീവ്രവാദികൾ ഈ നാഷണൽ അവാർഡ് വാങ്ങാനായിട്ട് അദ്ദേഹത്തെ സഹായിച്ചു എന്ന് പറയൂ. ഇന്ത്യൻ സിനിമയുടെ 100 വർഷം CNN, IBN ഓൺലൈൻ വോട്ടെടുപ്പിൽ ഒരു വടക്കം വീരഗാഥയും അനന്തരവും ഇടം നേടി. 100ാം വാർഷികത്തിൽ ഇന്ത്യൻ സിനിമയുടെ 100ാം വാർഷികത്തിൽ ഫോർബ്സ് എന്ന് പറഞ്ഞ സ്ഥാപനം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച 25 അഭിനയ പ്രതിഭകളെ തിരഞ്ഞെടുത്തപ്പോൾ മതിലുകളിൽ വക്കം മുഹമ്മദ് ബഷീറായ മമ്മൂട്ടി ആ 25 പേരിൽ ഒരാളായിരുന്നു. 1998 അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. നിങ്ങൾ പറയുന്ന തീവ്ര മുസ്ലിം ഗ്രൂപ്പ് നേതാവാണേ. ഒരു പത്മശ്രീ അല്ലെങ്കിൽ പത്മമുദ്രകൾ കൊടുക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരുപാട് ഗൈഡ് ലൈനുണ്ട്. അവരൊരുപാട് അന്വേഷണങ്ങൾ നടത്തിയിട്ടേ കൊടുക്കൂ. ഇദ്ദേഹം ഒരു മുസ്ലിം തീവ്രവാദി പക്ഷപാതി ആണെങ്കിൽ എങ്ങനെയാണ് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചതെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കൂ. 2010 അദ്ദേഹത്തിന് 2 ഡിലിറ്റ് ഈ ഓണററി ഡോക്ടറേറ്റ് കിട്ടി. ഒന്ന് കേരള സർവകലാശാലയിൽ നിന്നും ഒന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും. 2022 കേരള സർക്കാരിൻ്റെ കേരള പ്രഭ പുരസ്കാരം കിട്ടി. 1981 അഹിംസ എന്ന് പറഞ്ഞ പടത്തിലെ 2ാം നടൻ്റെ അവാർഡ്. 1984 കരുണൻ എന്ന് പറഞ്ഞ അടിയൊഴുക്കളിലെ അഭിനയത്തിന് മികച്ച നടനായി. 1985 യാത്ര നിറക്കോട്ട് 2 സിനിമകളിലെ പ്രത്യേക ജൂറി അവാർഡ് വാങ്ങി. 1989 വടക്കം വീരഗാഥ, മൃഗയ, മഹായാനം മികച്ച നടനായി. 93 വിധേയൻ, പൊന്തമ്മാട, വാത്സല്യം. 2004 കാഴ്ചയ്ക്ക് മികച്ച നടൻ വീണ്ടുമായി. 2009 പാലേരിക്കും മാണിക്യം എന്ന് പറഞ്ഞ പടത്തിലെ അഭിനയത്തിന് മികച്ച നടനായി. 2022 നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ മികച്ച സിനിമയുടെ അവാർഡ് നേടി. ഇപ്പോൾ പറയുന്നത് അദ്ദേഹം PA മുഹമ്മദ് കുട്ടിയാണ്, അല്ല മമ്മൂട്ടി അല്ല എന്നാണ് പറഞ്ഞത്. അതായത് മുഹമ്മദ് എന്നുള്ളത് കൊണ്ട് മമ്മൂട്ടി മുസൽമാനാണെന്ന് പറഞ്ഞിടത്ത് മലയാളി LKG പഠിക്കുന്ന കുട്ടി കാണുമോ? എന്നാലും അദ്ദേഹത്തെ ചൊറിയാൻ വേണ്ടി പറയുകയാണ്. അയാളുടെ പേര് PA മുഹമ്മദ് കുട്ടിയാണ്. കുറച്ച് നാൾ മുമ്പ് കമാലുദ്ദീൻ എന്നാണ് കമലിൻ്റെ പേരെന്ന് പറഞ്ഞ് നടന്നില്ലേ? അതുപോലെയാണ്. കമലിന് വല്ലതും സംഭവിച്ചോ? കമൽ മുസ്ലിമാണെന്ന് പറഞ്ഞിടത്തെ ആരാ? പക്ഷേ അയാൾ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ആളായതുകൊണ്ടാണ് അയാളെ കുട്ടിക്കാലം മുതൽ കമൽ എന്ന് വിളിക്കുന്നുണ്ട്. അയാൾ കമാലുദ്ദീൻ എന്നുള്ള മുഴുവൻ പേര് വെച്ചില്ല. ഇപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റിലെ മുഴുവൻ പേര് കേട്ടാൽ വേറെ രസമാണ്. എൻ്റെ ജാതി വാലൊക്കെയുള്ള പേരാണ്. ഞാൻ എങ്ങനെ ശാന്തിയുള്ള ദിനേശായി? എനിക്കറിയില്ല. ഇത് എന്തൊക്കെയാണ് ഇവർ പറയുന്നത് എനിക്കറിയില്ല. മട്ടാഞ്ചേരി മാഫിയയുടെ കൂടെയാണ് മമ്മൂട്ടി എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും എനിക്ക് രാഷ്ട്രീയ നേതാവായ KT ജലീലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒടുവിൽ അവർ മമ്മൂട്ടിയെയും തേടിയെത്തി. ഇത് ഗുജറാത്തല്ല, കേരളമാണ്. പല പ്രൊഫൈലുകളിൽ നിന്നും വിദ്വേഷ പ്രചരണം നടക്കുന്നുണ്ട്. പുഴു എന്ന മമ്മൂട്ടി നായകനായ 2022 മെയ് 13 റിലീസായ സിനിമയുടെ സംവിധായിക നവാഗതയായ രത്ന സംവിധാനം ചെയ്ത സിനിമയിൽ പിടിച്ചാണ് ഇപ്പം മമ്മൂട്ടിക്കെതിരെയുള്ള സൈബർ ആക്രമണം നടക്കുന്നത്. വലിയ വിശദമായ ഒരു വലിയ ഇതാണ് അതിലെഴുതിയിരിക്കുന്നത്. KT ജലീൽ, ഹർഷദ്, ഷെർഫു, സുഹാസ്, ഈ 3 പേരുടെയും പേര് കേട്ടിട്ട് 3 പേരും മുസ്ലിമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരാണ് പുഴു എന്ന് പറഞ്ഞ പടത്തിന് രചന നിർവഹിച്ചത്. അവർ മുസ്ലിമാണോ ഹിന്ദു ആണോ ക്രിസ്ത്യനാണോ എന്ന് അറിയേണ്ട കാര്യം എനിക്കില്ല, പ്രേക്ഷകനും ഇല്ല. അതുകൊണ്ട് ഞാനത് അന്വേഷിച്ചില്ല. ഇവിടെ ആരെങ്കിലും മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമ എഴുതിയത് അല്ലെങ്കിൽ ജയ് ഗണേഷ് എന്ന് പറഞ്ഞ സിനിമ എഴുതിയത് ആരാണ് എന്ന് അന്വേഷിക്കാത്തതുപോലെ തന്നെ പുഴുവിൻ്റെ തിരക്കഥ എഴുതിയവരുടെ പശ്ചാത്തലം തിരക്കുന്നതിൻ്റെ ഔചിത്യക്കുറവ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചില്ല. ഈ 3 ആരോ ഒരാൾ സിമി പ്രവർത്തകനായിരുന്നു എന്നാണ് പറയുന്നത്. അതൊക്കെ കേന്ദ്ര ഗവൺമെൻറ് അന്വേഷിക്കേണ്ടതാണ്. അലി അക്ബർ എന്ന രാമസിംഹൻ പണ്ട് നക്സലായിരുന്നു. എത്ര പേർക്കറിയാം? എനിക്കറിയാം. അലി അക്ബർ എന്ന് പറയാൻ വന്നത് രാമസിംഹൻ, അദ്ദേഹം പഴയ നക്സലായിരുന്നു. പിന്നെ കുറേ കാലം അദ്ദേഹം CPM ആയിരുന്നു. എന്ന് ആരെങ്കിലും തിരക്കിയിട്ടാണോ അദ്ദേഹം BJP ആയത്? എന്തിനാണ് ഇവരിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എനിക്കറിയണ്ട. അലി അക്ബർ ചെയ്ത മുഖമുദ്രയും ജൂനിയർ മാൻഡ്രേക്കും അടക്കം
രസിപ്പിക്കുന്ന സിനിമകളായിരുന്നു അയാൾ ചെയ്തത്. അതിനപ്പുറം എന്തിനാ തിരക്കി പോകുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും അലിയെപ്പറ്റി പിന്നെ തിരക്കാൻ പോയിട്ടില്ല. രാമസിംഹനായാലും അലി അക്ബർ ആയാലും പുഴ മുതൽ പുഴ വരെ എന്ന് പറഞ്ഞൊരു തല്ലിപ്പൊളി സിനിമയായിരുന്നു. അതുകൊണ്ട് അത് കാണാൻ ആരും പോയില്ല, സിനിമ പൊളിഞ്ഞു, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പോകുന്നത് കേരളം പോലൊരു സംസ്ഥാനത്തിന് ചേർന്ന പണിയല്ല എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, അത്രയും പേരോട് ഞാൻ പറയുന്നുള്ളൂ, എൻ്റെ ലൈഫ് ക്യാമറ ആക്ഷൻ കാണുന്നവരോട് ഞാൻ പറയുന്നുള്ളൂ. ഇത് തന്നെയല്ലേ പുഴുവിനും പുഴു എന്ന് പറഞ്ഞ സിനിമയിലും കാണേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വരേണ്യ വർഗത്തിൽ പിറന്ന ഒരാൾ തൻ്റെ അനുജത്തി കുലമഹിമയില്ലാത്ത ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയതിൻ്റെ അപമാന ഭാരവും ദുഃഖവും ദേഷ്യവും സങ്കടവുമായി ജീവിക്കുന്നതിൻ്റെ കഥ പറഞ്ഞാൽ ഹിന്ദു വിരുദ്ധത ആകുന്നത് എങ്ങനെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിൽ മമ്മൂട്ടിക്ക് എന്താ റോള് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്നാൽ ഞാൻ വേറൊരു കഥ പറയാം. പൊന്നുപോലെ സ്നേഹിച്ച അനുജത്തി ഒരു തല്ലിപ്പൊളി വെള്ളം അടിച്ച് കോണ് തിരിഞ്ഞ് നടക്കുന്ന ഒരു തല്ലിപ്പൊളി KSEBിയിലെ ലൈൻമാനോടൊപ്പം പോവുകയും പിന്നെ സഹോദരൻ്റെ അടുത്ത് മടങ്ങി വരികയും വെള്ളം അടിച്ചിട്ട് രാത്രി ഈ ലൈൻമാൻ വീട്ടിൻ്റെ മുറ്റത്ത് വന്ന് കിടന്ന് തെറി വിളിക്കുകയൊക്കെ ചെയ്യുന്ന, അതിൽ അപമാനിതനായി പോകുന്ന ഒരു സഹോദരൻ്റെ വേഷം ലോഹിതദാസ് സ്ക്രിപ്റ്റ് എഴുതി ഹരികുമാർ സംവിധാനം ചെയ്ത ഉദ്യാനപാലകൻ എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടി ചെയ്തിട്ടുണ്ട്. ഈ പുഴുവിൽ തോന്നിയ ഹൈന്ദവ വിരുദ്ധത ഉദ്യാനപാലകനിൽ തോന്നാത്ത എന്താ? തോന്നണമല്ലോ. കാരണം അനുജത്തി ഒരു താണജാതിക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോയി, അവൻ വെള്ളം അടിച്ച് കൂതറായിട്ട് നടക്കുന്ന ഒരു KSEB ലൈൻമാനാണ്. അവൻ എല്ലാ ദിവസവും രാത്രി വന്ന് വീട്ടിൻ്റെ മുറ്റത്ത് വന്ന് നിന്നിട്ട് മമ്മൂട്ടിയെ നോക്കി തെറി വിളിക്കുന്ന ഒരു സിനിമയാണല്ലോ. പക്ഷെ അതിൽ ന്യൂനപക്ഷം വരേണ്യവർഗം ഒന്നുമില്ല. അത് സംവിധാനം ചെയ്തത് ഒരു നായരായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അതോ ഒരു ഹരിജനായി ജനിച്ച് മനുഷ്യനായി ജീവിച്ച ഒരാൾ തിരക്കഥ എഴുതുകൊണ്ടാണെന്നും എനിക്കറിയില്ല. രണ്ടിലും മുസ്ലിമായി ജനിച്ച് മനുഷ്യനായി ജീവിക്കുന്ന മമ്മൂട്ടി ആണ് അഭിനയിച്ചതെന്ന് മനസ്സിലാക്കാൻ പോലും നമ്മുടെ ആൾക്കാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിനൊരു പന്തിപക്ഷമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. എന്തായാലും ക്രൂരമായി പോയി എന്ന് ഞാൻ പറയും. ഞാൻ ഇതിൽ മനഃപൂർവ്വം ഞാൻ ഇതിൽ ഉൾപ്പെടുത്താത്തതാണ്. ഞാൻ പറഞ്ഞ ആ 3 മണിക്കൂറുള്ള കർണകഠോരമായ ആ അഭിമുഖം നിങ്ങൾ കണ്ടു നോക്കൂ. അഭിമുഖം കണ്ട അതിൻ്റെ താഴെ അത് കണ്ടവരുടെ കമൻറ്റുകൾ വായിച്ചു നോക്കൂ. മമ്മൂട്ടിയെ പോലൊരു നടനെ മലയാളിക്ക് അഭിമാനത്തോടെ പറയാവുന്ന, തലയുയർത്തി പിടിച്ച് ഞങ്ങളുടെ നാട്ടിൽ മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു നടനുണ്ടെന്ന് ഇന്ത്യയിലെ ഏത് സിനിമാ ഭാഷയോടും പറയാവുന്ന ആ മനുഷ്യനെ എന്തെല്ലാം പറയാൻ പാടില്ലയോ അത്രയും തെറിയാണ് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത്. ആ ചാനൽ ഉടമയും അത് തന്നെയായിരിക്കും പ്രതീക്ഷിച്ചത്. അതിൽ മമ്മൂട്ടിയെ കുറേ തെറി വെളുപ്പിക്കണം, അങ്ങനെ നമ്മളൊരു വലിയ സംഭവം ആക്കണം എന്ന് തോന്നിക്കാണും. എന്തായാലും ഷർസാദെ ഭാര്യയും ഭർത്താവും ആകുമ്പോൾ പിണങ്ങും. ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളുകൊണ്ട്, നിങ്ങളുടെ കച്ചവടമൊക്കെ പൊളിഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ അവർ സിനിമയിൽ പ്രശസ്തയായപ്പോൾ എനിക്ക് പറ്റിയ ആളല്ല ഷർസാദ് എന്ന് തോന്നിയപ്പോൾ നിങ്ങൾ ഒഴിവാക്കിയിരിക്കാം. അന്തസ്സായി മാന്യമായി പിരിയുന്നതിന് പകരം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുത്ത് കോടതിയിൽ പോയി എന്തെല്ലാം തെളിയിക്കാം. അതൊന്നും ചെയ്യാതെ ഇതുപോലുള്ള ചാനലുകളിൽ ചെന്നിരുന്ന് ഭാര്യയെപ്പറ്റി പറയുമ്പോൾ 2 കുട്ടികളുണ്ട് എന്നുള്ള ബോധമെങ്കിലും നിങ്ങൾക്ക് വേണമായിരുന്നു. അതില്ലാതെ, അതുപോലെ നിങ്ങൾക്ക് ഒരു പാർലമെൻറ്റ് കയറി കാണാനുള്ളൊരു പാസ് അനുവദിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി സഹായിച്ച നമ്മുടെ ഗോവിന്ദ മാഷിൻ്റെ മകൻ ശ്യാമിനെ നിങ്ങളിങ്ങനെയൊന്നും അധിക്ഷേപിക്കരുത്. അല്ലെങ്കിൽ ശ്യാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിക്കാരനെ പോലെ, അയാൾക്ക് UK ഇരുന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് പാർലമെൻറ്റ് കാണാനുള്ള പാസ് വാങ്ങി തന്നു എന്നുള്ളൊരു കുറ്റം ചെയ്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് ജപ്തി ചെയ്യുന്നു, വസ്തുവെല്ലാം ഭാര്യയുടെ വസ്തുക്കൾ ജപ്തി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കുറേ കാശ് തന്ന് സഹായിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അയാളോടൊപ്പം ചേർന്ന് UK സ്റ്റുഡിയോ ഒക്കെ കാണാൻ ചെന്നതിൻ്റെ പേരിൽ, ഇയാൾ തന്നെ പറയുന്നുണ്ട് UK അയാളുടെ ഭാര്യയും മക്കളും ഉള്ള ആ ഫ്ലാറ്റിൽ കുടുംബത്തോടൊപ്പമാണ് താമസിച്ചത്. അല്ല, വഴിവിട്ട് ജീവിച്ചു എന്ന് ഇയാൾ ഒരിടത്തും പറയുന്നില്ല ഈ ഭർത്താവ് ഉദ്യോഗസ്ഥൻ. അപ്പം ഞാൻ പറയുന്നത്, കുറച്ചുകൂടി സമചിത്തത്തോടു കൂടി നിങ്ങൾ ഈ കാര്യം കൈകാര്യം ചെയ്യണമായിരുന്നു. അല്ലാതെ ചാനലിൽ വന്നിരുന്ന് ഭാര്യയെ കുറ്റം പറയുന്നതിനും അപ്പുറം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറ്റം പറയുന്നതിനും അപ്പുറം മമ്മൂട്ടിയുടെ ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യുന്നത് നിങ്ങളെ പരിഹാസ്യനാക്കും. ഇനി നിങ്ങൾക്ക് മമ്മൂട്ടിയുടെ അടുത്ത് പോകാൻ പറ്റും? അത് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളിതൊന്നും കണ്ട് ബേജാറാവണ്ട. നിങ്ങൾ ബേജാറാവില്ല എന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾക്ക് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ പിന്തുണയുണ്ടല്ല. മുസ്ലിങ്ങളുടെ പിന്തുണയിലാണോ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചത്? അല്ലല്ലോ. നിങ്ങൾക്ക് ബഹുഭൂരിപക്ഷം സിനിമാക്കാരുടെ പിന്തുണയുണ്ട്, കേരളത്തിലെ നല്ലവരായ മനുഷ്യരുടെ പിന്തുണയുണ്ട്. ധൈര്യമായിട്ട് നിങ്ങളുടെ ശരികളുമായി മുമ്പോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അദ്ദേഹത്തിന് 74 വയസ്സ് ഈ സെപ്റ്റംബറിലാവും. അദ്ദേഹത്തിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും ഇനിയും ഒരു 10 വർഷക്കാലം നായകനായി തന്നെ മലയാള സിനിമയിൽ തിളങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓലപ്പാമ്പ് കാണിച്ചൊന്നും കേരളത്തിലൊരു പുല്ലും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ സഹപ്രവർത്തകരായവരുടെ പിന്തുണയൊന്നും മമ്മൂക്കയ്ക്ക് കിട്ടിയില്ലെങ്കിലും കോടാനുകോടി ജനങ്ങളുടെ
പിന്തുണ മമ്മൂക്ക എന്ന് പറഞ്ഞ നടന്, മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ ഉണ്ടാകും എന്ന് മാത്രം ബോധ്യപ്പെടുത്തിക്കൊണ്ട്, ഓർപ്പിച്ചുകൊണ്ട്, ഈ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതിൽ എവിടെയെങ്കിലും രാഷ്ട്രീയം കലർന്നു എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും തോന്നിയാൽ, ലൈറ്റ് ക്യാമറ ആക്ഷനിൽ രാഷ്ട്രീയം പറയില്ല, നിങ്ങൾക്കാർക്കെങ്കിലും രാഷ്ട്രീയം പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ബോധപൂർവമാണ് ദിനേശ് പറഞ്ഞതെന്ന് വെച്ചോളൂ. അതിൽ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇതിന്ന് എന്താ പറയുക, എൻ്റെ ചാനലിൽ നിന്ന് പുറത്തേക്ക് പൊയ്ക്കോളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഞാൻ നേരെ വാ എന്ന് പറഞ്ഞ് ജീവിക്കുന്നതിനാണ്. ഇനിയും അങ്ങനെ ചെയ്യൂ, അല്ലാതെ നട്ടല് വളച്ചൊന്നും എനിക്ക് ചാനൽ നടത്തിക്കൊണ്ട് വേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.